നമുക്ക് വിശുദ്ധ ബൈബിൾ തുറക്കാം. ദൈവവചനത്തിലേക്ക് നമ്മുടെ ചിന്തകളെ കൊണ്ടുപോകാം. ഇന്ന് നിങ്ങളോട് പറയാനായിട്ട് എൻ്റെ പ്രാർത്ഥനാ മുറിയിൽ പരിശുദ്ധാത്മാവ് എനിക്ക് ബോധ്യമാക്കി തന്നത് യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 46 അധ്യായത്തിൻ്റെ 9-ാമത്തെയും 10-ാമത്തെയും വചനമാണ് നമ്മൾ ധ്യാനിക്കാൻ പോകുന്നത്. വളരെ ശ്രദ്ധിച്ചിരുന്നെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഈ സന്ദേശം മനസ്സിലാകത്തുള്ളൂ. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 46 അധ്യായത്തിൻ്റെ 9-ാമത്തെയും 10-ാമത്തെയും വചനം. പണ്ടുള്ള പൂർവ്വകാര്യങ്ങളെ ഓർത്തുകൊള്ളുവീൻ. പണ്ടുള്ള പൂർവ്വകാര്യങ്ങളെ ഓർത്തുകൊള്ളുവീൻ. ഞാനല്ലാതെ വേറൊരു ദൈവമില്ല. ഞാനല്ലാതെ വേറൊരു ദൈവമില്ല. ഞാൻ തന്നെ ദൈവം. ഞാൻ തന്നെ ദൈവം. എന്നെപ്പോലെ ഒരുത്തനുമില്ല. എന്നെപ്പോലെ ഒരുത്തനുമില്ല. ആരംഭത്തിങ്കൽ തന്നെ അവസാനവും. ഞാൻ ആരംഭത്തിങ്കൽ തന്നെ അവസാനവും. പൂർവ്വകാലത്ത് തന്നെ മേലാൽ സംഭവിപ്പാനുള്ളതും. പൂർവ്വകാലത്ത് തന്നെ മേലാൽ സംഭവിപ്പാനുള്ളതും ഞാൻ പ്രസ്താവിക്കുന്നു. ഞാൻ പ്രസ്താവിക്കുന്നു. എന്റെ ആലോചന നിവൃത്തിയാകും. എന്റെ ആലോചന നിവർത്തിയാകും. ഞാൻ എന്റെ താല്പര്യമൊക്കെയും അനുഷ്ഠിക്കുമെന്ന് ഞാൻ പറയുന്നു. ഞാൻ എന്റെ താല്പര്യമൊക്കെ അനുഷ്ഠിക്കുന്നു എന്ന് ഞാൻ പറയുന്നു. യെശയ്യാ പ്രവാചകനിലൂടെ ബാബിലോണിൽ തടയപ്പെട്ട് കിടക്കുന്ന, അല്ലെങ്കിൽ തടവറയ്ക്കകത്ത് കിടക്കുന്ന, ബന്ധിക്കപ്പെട്ട് കിടക്കുന്ന ജനതയോട് യെശയ്യാവ് എന്ന് പറയുന്ന പ്രവാചകൻ അവരുടെ പ്രതിസന്ധിയിൽ പ്രവചിക്കുന്ന ഒരു ഭാഗമാണ് നമ്മൾ വായിച്ചു കേട്ടത്. വളരെ ദീർഘമായി മണിക്കൂറുകൾ ശുശ്രൂഷിച്ചെങ്കിലേ ഈ സന്ദേശം നിങ്ങളോട് പറയാനായിട്ട് പറ്റത്തുള്ളൂ. ഈ 2 വാക്യത്തിനകത്ത് വളരെ ആഴമേറിയ 2 സന്ദേശങ്ങൾ പുതിയ നിയമസഭ അറിഞ്ഞിരിക്കേണ്ടതിനകത്തുണ്ട്. അതൊന്ന് വിവരിക്കാനാണ് ഞാൻ കർത്താവിൻ്റെ കൃപയിൽ ശരണപ്പെടുന്നത്. ഞാൻ പ്രാർത്ഥനയിൽ ഈ വാക്യം വായിച്ചപ്പോൾ 3 സന്ദേശം ദൈവം എനിക്ക് തന്നു. 1, സകലതും അറിയുന്ന ദൈവം. 2, സകലതും നമ്മെ അറിയിക്കുന്ന ദൈവം. 3, സകലതും നിവർത്തിച്ചു തരുന്ന ദൈവം. ഈ 3 കാര്യങ്ങൾ പരിശുദ്ധാത്മാവ് നിയോഗം തന്നതുപോലെ നമ്മൾ ധ്യാനിക്കാൻ പോവുക. ഈ വചനത്തിന്റെ ചരിത്ര പശ്ചാത്തലത്തെ അല്പചില വാക്കുകൾ കൊണ്ട് ഓർപ്പിച്ചിട്ട് വേണം ഈ ദൂതിലേക്ക് വരാനായിട്ട്. കർത്താവിന്റെ സ്തോത്രം. യെശയ്യാ പ്രവചനം 46 അധ്യായത്തിന്റെ 1-ാമത്തെ വാക്യം നമ്മൾ പഠിക്കുമ്പം നിങ്ങൾക്ക് അവിടെ മനസ്സിലാക്കാനായിട്ട് കഴിയും എന്താണ് പരിശുദ്ധാത്മാവോട് ഉദ്ദേശിക്കുന്നതെന്ന്. ബേൽ വണങ്ങുന്നു. നെബോ കുനിയുന്നു. അവരുടെ വിഗ്രഹങ്ങളെ മൃഗങ്ങളുടെ പുറത്തും കന്നുകാലികളുടെ പുറത്തും കയറ്റിയിരിക്കുന്നു. നിങ്ങൾ എടുത്തുകൊണ്ട് നടന്നു. അവിടുത്തെ 2 ശക്തികളാണ് ബേലും നെബോയും. അതിനെയൊക്കെ കൊണ്ടുപോകുന്നത് എങ്ങനെയാന്ന് അവിടെ എഴുതിയിരിക്കുകയാണ്. മൃഗങ്ങളുടെ പുറത്താണ് അതിനെ കൊണ്ടുപോകുന്നത്. ദൈവത്തിന് സ്തോത്രം. 2-ാമത്തെ വാക്യം, അവ കുനിയുന്നു, ഒരുപോലെ വണങ്ങുന്നു. ഭാരമൊഴിപ്പാൻ കഴിയാതെ അവ തന്നെ പ്രവാസത്തിലേക്ക് പോയിരിക്കുന്നു എന്ന് പറഞ്ഞാൽ മനസ്സിലായോ? സ്തോത്രം. മുകളിൽ അവര് ബാലിനെയും നെബോയെയും വെളിപ്പെടുത്തുക. അതിനെ അവര് കൊണ്ടുപോകുന്നത് മൃഗങ്ങളുടെ പുറത്താണ്. എന്നിട്ട് 3-ാമത്തെ വാക്യത്തിൽ പറയുക, സ്തോത്രം, 3-ാമത്തെ വാക്യം, ഗർഭം മുതൽ വഹിക്കപ്പെട്ടവരും. ഇനി ദൈവം ആരാന്ന് പറയുക. ഉദരം മുതൽ എഴുതിയിരിക്കുന്നത് ഗർഭം മുതൽ വഹിക്കപ്പെട്ടവരും. ബേലിനെയും നെബോയെയും കൊണ്ടുപോകാൻ മൃഗം വേണം. പക്ഷേ അതുപോലല്ല നിന്റെ ദൈവം. നിന്റെ ദൈവം എങ്ങനെയാണെന്നറിയാമോ? ഗർഭം മുതൽ വഹിക്കപ്പെട്ടവരും ഉദരം മുതൽ ചുമക്കപ്പെട്ടവരുമായി യാക്കോബ് ഗൃഹവും. എന്ന് പറഞ്ഞാൽ നിന്നെ ദൈവം ഗർഭം മുതലേ വഹിക്കുകയും ചുമക്കുകയും ചെയ്യുക. നീ അതിനെ ചുമക്കുകയല്ല, നിന്റെ ദൈവം നിന്നെ ചുമക്കുക. ഒന്നുകൂടെ പറയാം, ബേലിനെയും നെബോയെയും മൃഗങ്ങൾ ചുമക്കുമ്പോൾ ഗർഭം മുതൽ നിന്നെ ദൈവം ചുമക്കുക. എന്ന് പറഞ്ഞാൽ അവരുടെ ദൈവം പോലല്ല നിന്റെ ദൈവം എന്ന് വെളിപ്പെടുത്തി തരിക. സ്തോത്രം. എന്നിട്ട് പറയുകയാണ് ഗർഭം മുതൽ വഹിക്കപ്പെട്ടവരും ഉദരം മുതൽ ചുമക്കപ്പെട്ടവരുമായി യാക്കോബ് ഗ്രഹവും ഇസ്രായേൽ ഗൃഹത്തിൽ ശേഷിച്ചിരിക്കുന്ന എല്ലാവരുമായുള്ളവരെ എന്റെ വാക്ക് കേൾപ്പി. നിങ്ങളുടെ വാർദ്ധക്യം വരെ ഞാൻ അനന്യൻ തന്നെ. എന്ന് ചുമന്നതാ, ഗർഭം തൊട്ട് ചുമന്നതാ. ഇനി നിന്റെ വാർദ്ധക്യം വരെ ഞാൻ അനന്യനാ എന്ന് പറഞ്ഞാൽ നിന്നെ ഇനി ചുമക്കുന്നത് വാർദ്ധക്യം വരെയാ. എന്നിട്ട് അടുത്തോടെ എഴുതിയിട്ടുണ്ട്, നിങ്ങൾ നരയ്ക്കുവോളം ഞാൻ നിങ്ങളെ ചുമക്കും. ഈ നരയ്ക്കുവോളം എന്ന് പറയുന്ന പദം മലയാളത്തിൽ ഒരു ചെറിയ ട്രാൻസ്ലേഷൻ, നീ നരച്ചു കഴിഞ്ഞാലും നിന്നെ ചുമക്കുമെന്ന എന്ന് പറഞ്ഞാൽ നീ മരിക്കുന്നിടം വരെ നിന്നെ ആര് ചുമക്കും? കണ്ടോ? ദൈവത്തിന് സ്തോത്രം. ബേലിനെയും നെബോയെയും മൃഗങ്ങൾ ചുമക്കുമ്പോൾ നീ സേവിക്കുന്ന ദൈവം നിന്നെ ഗർഭം മുതൽ ചുമക്കുകയാണ്.
നിങ്ങളുടെ വാർദ്ധക്യം വരെ ഞാൻ അനന്യനാ, ഞാൻ നരയ്ക്കുമോളം നിന്നെ ചുമക്കും. എന്നിട്ട് എഴുതിയിരിക്കുക, ഞാൻ ചെയ്തിരിക്കുന്നു, ഞാൻ വഹിക്കുകയും ഞാൻ ചുമന്ന് വിടുവിക്കുകയും ചെയ്യും. നിന്നെ ഞാൻ വഹിക്കും, നിന്നെ ഞാൻ ചുമന്ന് വിടുവിക്കും. ഇതെല്ലാം പറഞ്ഞിട്ട് അവരോട് പറയുകയാണ്, നിങ്ങളിപ്പോൾ അകപ്പെട്ട് കിടക്കുന്ന പ്രോബ്ലത്തിനകത്തുനിന്ന് നിനക്കൊരു വിടുതലുണ്ട്. ഞാനൊരു ചോദ്യം ചോദിച്ചോണ്ടിരുന്നത് പ്രസംഗം തുടങ്ങാം. ഈ വായിച്ച വാക്യത്തിലേക്ക് വരാൻ പോയി ഇടയ്ക്കത്തെ വാക്യങ്ങളൊക്കെ വ്യാഖ്യാനിക്കണം, പക്ഷെ അതിന് സമയം എടുക്കുന്നില്ല. ദൈവത്തിന് സ്തോത്രം. അപ്പം എന്നിട്ട് ദൈവം അവരോട് പറയുകയാണ്, നിങ്ങളിൽ എത്ര പേർക്ക് ഉറപ്പുണ്ട് ഈ ദിവസങ്ങളിൽ എനിക്കൊരു വിടുതലുണ്ട്? എന്ത് വിഷയത്തിൽ നിന്നായിക്കോട്ടെ എനിക്കൊരു. അപ്പോൾ ഒരു വിടുതൽ കൊതിക്കുന്ന ഒരാൾ എങ്ങനെ ആയിരിക്കണമെന്നാണ് ഈ 2 വാക്യത്തിൽ പരാമർശിച്ചേക്കുന്നത്. ഒരു വാക്യം ഊന്നി പറയാം, എൻ്റെ ആലോചന നിവർത്തിയാകും. ദൈവത്തിൻ്റെ ആലോചന എന്ത് ചെയ്യും? നിവർത്തിയാകും. അടുത്തിരിക്കുന്നതൊക്കെ കൈ കൊടുത്ത് പറ, ദൈവത്തിൻ്റെ ആലോചന നിവർത്തിയാകും. സ്തോത്രം, ഹല്ലേലൂയ. ഇനി നമുക്ക് ഇച്ചിരൂടെ ആ ഭാഗത്തോടൊന്ന് ഇറങ്ങി വരാം. കർത്താവിൻ്റെ സ്തോത്രം. പണ്ടുള്ള പൂർവ്വ കാര്യങ്ങളെ ഓർത്തുകൊള്ളുവീൻ. പണ്ടുള്ള എന്ന് പറഞ്ഞ പൂർവ്വകാര്യം എന്ന് പറഞ്ഞാൽ എന്തുവാ? പഴയകാല പണ്ടുള്ള പഴയകാല കാര്യങ്ങളെ എന്ത് ചെയ്യണം? ഓർക്കണം. നിങ്ങൾ എന്നെ ഒന്ന് ശ്രദ്ധിക്കണം. ഇനി നിങ്ങൾ ഒരു 2 മിനിറ്റത്തേക്ക് ബൈബിളിൽ നിന്ന് കണ്ണു പറിച്ച് എന്നെ നോക്കിയിരിക്കണം. ഈ നമ്മുടെ ഒരു കുഴപ്പമുണ്ട്, ഈ ഓർക്കേണ്ടതൊന്നും ഓർക്കത്തില്ല. ഓർക്കേണ്ടാത്ത എല്ലാ കാര്യവും നമ്മൾ എന്ത് ചെയ്യും? ഇങ്ങനെ ഓർക്കും. എന്ന് പറഞ്ഞാൽ 2022 ബ്രദറെ, ഞാൻ കേട്ട അപവാദത്തിന് കൈയില്ല. 2022 ഡിസംബർ മറക്കത്തിൽ അന്നാണ് മോള് തെന്നി അടിച്ച് വീഴുന്നത്. 3 മാസം ബെഡിൽ. ഇത് പറയുമ്പോൾ തന്നെ കഴിയുമെങ്കിൽ ഒരു ടിഷ്യൂ ബോക്സ് എടുത്ത് അടുക്ക വെച്ചോണ്ടാ പറയുന്നത്. ഇതിനിടയ്ക്ക് കരയുക ബ്രദറെ. പിന്നെ ഞാൻ ഓർക്കുമായിരുന്നു, ആശുപത്രിയിൽ 7 ദിവസം. അത് 2021 ഇങ്ങനെ ഈ മാലപ്പടക്കം ഇങ്ങനെ കെട്ടിയിട്ടേക്കുന്ന ഇങ്ങനെ കെട്ടി കഴുത്തേട്ടോണ്ടാ യോഗത്തിന് വരുന്നത്. ഇതിനിടയ്ക്ക് ദൈവം ചെയ്ത ഒരു കാര്യവും ആരോടും പറയുന്നുമില്ല, ഓർക്കുന്നുമില്ല. സ്തോത്രം. ഇവിടെ കർത്താവ് പറയാം, നിന്നെ ഞാൻ വിടുവിക്കാം, പക്ഷേ പണ്ട് പൂർവ്വകാലങ്ങളെ ഓർക്കണം എന്ന് പറഞ്ഞാൽ അതിന് അർത്ഥം എന്താണെന്നറിയാമോ? കഴിഞ്ഞ കാലങ്ങളിൽ ദൈവം നിന്നെ നടത്തിയത് നീ ഓർക്കണം. നിങ്ങൾക്കറിയാം, ഈ നന്ദിയാൽ എൻ ഉള്ളം തുള്ളുന്ന എന്നൊരു പാട്ടുണ്ട്. നന്ദിയാൽ എൻ ഉള്ള എങ്ങനെയാ തുള്ളുന്നേ? അത് പാസ്റ്റർ അനിൽ പാടുമ്പോഴല്ല തുള്ളുന്നേ. ഇത് തുള്ളണേ എന്തോ ചെയ്യണം? കഴിഞ്ഞ നാളുകളിൽ നിന്നെ നടത്തിയ കാര്യം ഇവിടെ ഇരുന്ന് ഓർക്കുമ്പോൾ നന്ദി കൊണ്ട് നിന്റെ ഉള്ളം അങ്ങ് തുള്ളും. അടുത്തിരിക്കുന്ന ആള് വിഷയമല്ല. അപ്പൊ ബ്രദറെ, ഇപ്പൊ ശരീരത്ത് 3 മുഴയുണ്ട്, പക്ഷെ അതിനു മുമ്പ് ഇതിനെക്കാട്ടി വലിയ കേസ് വന്നപ്പോ നിനക്ക് വിടുതൽ കിട്ടിയല്ലോ. ഇപ്പൊ നിനക്കെതിരെ അപവാദം പറഞ്ഞു, ഇതിനെക്കാട്ടി വലിയ അപവാദം പറഞ്ഞപ്പോ നിനക്ക് വിടുതൽ കിട്ടിയല്ലോ. ഓ ജീസസ്. അപ്പൊ ഇപ്പൊ കടമുണ്ട്, ഇതിനെക്കാട്ടി വലിയ കടത്തിൽ നിന്ന് വിടുതൽ കിട്ടിയല്ലോ. ഇത് നീ ഓർക്കുമ്പോ അതിന്റെ അർത്ഥം എന്താണെന്നറിയാമോ? സ്തോത്രം. പ്രശ്നത്തെ ചെറുതായി കണ്ട് നിന്നെ നടത്തിയ ദൈവത്തെ വലുതായി കാണും. മനസ്സിലായി വരുന്നുണ്ടോ? ഇനി ഞാൻ ബൈബിളിന്റെ ഭാഷയിലോട്ട് വരിക. ഞാൻ നിങ്ങളോടൊരു കാര്യം പറയാം. പദം പറഞ്ഞ് കരയുന്ന ഈ ഹാഗറിനെ പോലെ മരണം കാണാൻ വയ്യേ എന്ന് കരയുന്ന ഒരു ഹാഗറിന്റെ കരച്ചിൽ ദൈവം കേട്ടോ? എന്നാ കേൾക്കാഞ്ഞേ? പദം പറഞ്ഞ കരച്ചിൽ കേൾക്കുകയല്ല. അയ്യോ, നല്ലൊക്കെ ദൈവം നടത്തിയ ബ്രദറെ, എന്നാലും എനിക്ക് മരണം. കൊച്ചു താഴെ കിടന്നു വിളിക്കുക, വെള്ളം. ഇട നിന്റെ ചുണ്ട് അനങ്ങിയ ദൈവം അറിയും. അപ്പൊ ഇന്ന് ഇവിടുന്ന് പോകുന്നതിന് മുമ്പ് ഇച്ചിരി നേരം നമുക്ക് വൈകുന്നേരം വരെ ഹോളുണ്ട്. ഇച്ചിരി നേരം ഇവിടെ ഇരുന്നൊന്ന് ചിന്തിച്ചു സ്തുതിച്ചു പോയാൽ മതി. ഇന്ന് നിങ്ങളുടെ ഉള്ളം നന്ദി കൊണ്ട് നിറയണം. ഒരാമയും പറഞ്ഞാട്ട് കർത്താവിൻ്റെ നിങ്ങൾ നോക്കി, ഈ നമ്മുടെ ജീവിതത്തിൽ നടന്നൊരു 10 അത്ഭുതം ഓർത്താൽ തുള്ളിച്ചാടാൻ വകയില്ലേ? ചിലരെ നമ്മൾ കണ്ടാലേ അവരിങ്ങോട്ട് വരുമ്പം തൊട്ടേ ദൈവം നടത്തിയ കാര്യം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. ചിലരുടെ ഒരു കുഴപ്പം, ദൈവം എത്ര നടത്തിയാൽ അതിനകത്ത് നടക്കാത്ത കാര്യം മാത്രം പറഞ്ഞുകൊണ്ടിരിക്കും. സ്തോത്രം. ബ്രദറെ, മോക്കൊരു ഗവൺമെന്റ് ജോലി എത്ര വർഷം കൊണ്ട് പ്രാർത്ഥിക്കുക, കിട്ടിയില്ല.
മോനും മരുമോക്കും കിട്ടിയില്ല, അത് കിട്ടി കേട്ടോ. എന്നാ എങ്ങനെ പറയേണ്ടത്? എൻ്റെ മോനും മരുമോക്കും ഗവൺമെന്റ് ജോലി കിട്ടി. മോടെ കാര്യം പ്രാർത്ഥിക്കണേ, എൻ്റെ മോനും മരുമോക്കും അത്ഭുതം ചെയ്ത കർത്താവ് ഇവൾക്കും. കണ്ടോ, ചിന്ത മാറും, പ്രാർത്ഥന മാറും, ആരാധന മാറും. ഇന്ന് പകൽ വിടുതൽ ലഭിക്കാൻ കൊതിക്കുന്നവർ പൂർവകാലത്ത് നടന്നതിനെ ഇന്ന് പകൽ ഓർത്ത് സ്തോത്രം ചെയ്യണം. തന്നതിനെല്ലാം സ്തോത്രം പറഞ്ഞുകൊണ്ടിരുന്നാൽ, പിന്നെയും സ്തോത്രം പറഞ്ഞുകൊണ്ടിരുന്നാൽ ഇനിയും സ്തോത്രം പറയാനുള്ള വകയുണ്ടാകും. ഓ ഹല്ലേലൂയ. അടുത്തിരിക്കുന്ന ഒന്ന് കൈ കൊടുത്തേച്ച് പറ, തന്നതിനെല്ലാം നന്ദി പറയണമെന്ന് പറ. ഇനി നിങ്ങൾ ബൈബിളിന്റെ ഒരു സിസ്റ്റം നിങ്ങൾ എന്നെ ശ്രദ്ധിക്കണം. ബൈബിളിന്റെ ഒരു സിസ്റ്റം, ദൈവം ഏത് വിടുതൽ കൊടുത്താലും അതിന്റെ അവസാനം ദൈവം ആരെ കൊണ്ട് എഴുതിപ്പിക്കും, അത് നീ ഓർക്കണം. ആവർത്തന പുസ്തകം ഒന്ന് എടുത്തേ. ആവർത്തന പുസ്തകം 24 അധ്യായം എടുത്തേ. സ്തോത്രം. 24 അധ്യായം 18 വാക്യം. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ആവർത്തനം 24:18. നീ മിസ്രൈമിൽ അടിമയായിരുന്നെന്നും നിന്റെ ദൈവമായ യഹോവ നിന്നെ അവിടെ നിന്ന് വീണ്ടെടുത്തെന്നും ഓർക്കണം. ദൈവമായ യഹോവ നിന്നെ അവിടുന്ന് വീണ്ടെടുത്തെന്നും നീ ഓർക്കണം. എന്തോ ചെയ്യണം? ഓർക്കണം. അടുത്തിരിക്കുന്ന ഒന്ന് കൈ കൊടുത്ത ഒരു ദൂത് പറ, ഓർക്കണ്ടതേ ഓർക്കാവെന്ന് പറ. ഇന്ന് ചിലരുടെയൊക്കെ തലമണ്ട തിരിച്ചു വെച്ചേക്കും, അത് തിരിക്കാനായി പ്രസംഗം. നിന്റെ വീട് നരകമാക്കുന്ന നീ തന്നെയാ. ലോർഡ്, ദൈവത്തിന് സ്തോത്രം. നിന്റെ വരുന്ന സങ്കടം എല്ലാം കൂടെ കുത്തി നിറച്ച് ആ വീടിനെ ഒരു പ്രാന്താലയമാക്കി ഇട്ടിരിക്കുക. മറിച്ച് പൂർവകാലങ്ങളിൽ നടന്നതിനെ നീ ഓർക്കണം. ഓരോ അത്ഭുതം നിന്റെ ജീവിതത്തിൽ തന്നെ എന്തിനാണെന്നറിയാ? ഓർത്തോർത്ത് സ്തോത്രം പറയാനാ. ഇതിനെക്കാട്ടി വലിയ പ്രശ്നം വന്നാലും നീ ഓർത്തോണം, ദൈവം നിനക്ക് വേണ്ടി ആ പ്രവൃത്തി ചെയ്യും. ഇവിടെ ബൈബിൾ നിങ്ങൾ ശ്രദ്ധിച്ചു കേട്ടെ. ദൈവത്തിന് സ്തോത്രം. നീ മിസ്രൈമിൽ അടിമയായിരുന്നു എന്നും നിന്റെ ദൈവമായ യഹോവ നിന്നെ അവിടെ നിന്ന് വീണ്ടെടുത്തെന്നും ഓർക്കണം. നീ ഓർക്കണം. ഇനി ഒന്നുകൂടെ വായിച്ചേ. ആവർത്തന പുസ്തകം 8 അധ്യായത്തിലോട്ടൊന്ന് വന്നേ. 2 വാക്യം ഒന്ന് വായിച്ചേ. കർത്താവിന്റെ സ്തോത്രം. 8 അധ്യായത്തിന്റെ ദൈവമായ യഹോവ നിന്നെ താഴ്ത്തുവാനും തന്റെ കൽപ്പനകൾ പ്രമാണിക്കുമോ ഇല്ലയോ എന്ന് നിന്നെ പരീക്ഷിച്ച് നിന്റെ ഹൃദയത്തിൽ ഇരിക്കുന്നത് അറിവാനുമായി നിന്നെ ഈ 40 സംവത്സരം മരുഭൂമിയിൽ നടത്തിയ വിധമൊക്കെയും നീ ഓർക്കണം. ഈ 40 വർഷം നിന്നെ ഈ 40 വർഷം മരുഭൂമി കൂടെ നടത്തിയ വിധം നീ എന്തോ ചെയ്യണം? ഓർക്കണം. ഞാൻ തിരിച്ചു പറയാം. കഴിഞ്ഞ 40 വർഷം നിന്നെ ഈ തിരുവനന്തപുരത്തൂടെ നടത്തിയത് നീ ഓർക്കണം. കഴിഞ്ഞ 10 വർഷം നിന്റെ വീട്ടിൽ നിന്റെ ഈ തിരുവനന്തപുരത്തൂടെ നടത്തിയത് ഓർക്കണം. നിന്റെ ഭവനത്തിൽ ചെയ്ത അത്ഭുതങ്ങൾ ഓർക്കണം. ഞാൻ പറയാം, ഞാൻ ഇന്നും ജീവിക്കുന്ന ദൈവമാണ്. ഓ ഹല്ലേലൂയ. എത്ര പേർക്ക് മനസ്സിലാകുന്നുണ്ട്? കഴിഞ്ഞ നാളുകളിൽ നമുക്ക് നടന്ന ദൈവപ്രവർത്തികൾ നമ്മുടെ മനസ്സിൽ തന്നെ എന്ന് കൊണ്ടുവന്ന നമ്മുടെ അകത്ത് അതിഭയങ്കര ആത്മീക ഉന്മേഷം ഉണ്ടാവും. ഓ ഹല്ലേലൂയ. ഞാൻ ഓർക്കുന്നുണ്ട്, ഒരിക്കൽ ഈ പ്രാർത്ഥനയ്ക്ക് ഇവിടെ വന്നപ്പം കാല് പഴുത്ത ഒരാൻറ്റി, സ്തോത്രം, അവര് എന്നെ കാണാനായിട്ട് ഇവിടെ വന്നിട്ട് സ്തോത്രം, അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ട് പോകാൻ നേരത്തെ എന്നോട് പറഞ്ഞു, അതേണ്ടേ എൻ്റെ ഈ കാല് പഴുത്തതോടൊന്ന് സൗഖ്യമാകാൻ പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞു. സ്തോത്രം. അപ്പം എന്നിട്ട് ആ കാലിലെ പൊത്ത എന്നോട്, ഞാൻ ഒന്നേ നോക്കിയുള്ളൂ സത്യത്തിൽ, അന്ന് ഉച്ചയ്ക്ക് ഫുഡ് കഴിച്ചില്ല. പക്ഷെ അവരെന്നോട് പറയാം, പക്ഷെ ഇതൊന്നും സാരമില്ല, ഇപ്പുറത്തെ കാൽ ഇതിനെക്കാട്ടി ഭയങ്കരമായിരുന്നു, യേശു എന്നെ സൗഖ്യമാക്കിയ. അപ്പൊ ഇത് ഞാൻ വലിയ കാര്യമായിട്ട് എടുത്തിട്ടില്ലെന്ന് പിടികിട്ടിയോ? എന്താ അവരങ്ങനെ പറയാൻ കാര്യം? അവരുടെ ഇടത്തെ കാലിൽ നടന്ന സൗഖ്യം അവര് കണ്ടതാ. ആർക്കും നടക്കാത്ത ചില വിടുതൽ നിനക്ക് നടക്കുമ്പോൾ ഓർത്തോണം, അടുത്തു വരുന്ന പ്രശ്നത്തെ നേരിടേണ്ടത് ഈ അത്ഭുതം കൊണ്ടാ. അപ്പം ബൈബിളിന്റെ ഒരു ഭാഷയാ, ബൈബിളിന്റെ ഒരു ആലോചനയാ. നിങ്ങൾ ശ്രദ്ധിക്കണം, നിന്നെ നടത്തിയ കാര്യങ്ങൾ നീ എന്ത് ചെയ്യണം? ഓർക്കണം. ഒരു നല്ല ഹല്ലേലൂയ പറഞ്ഞാട്ട്. ഇപ്പൊ നിങ്ങളുടെ മനസ്സിൽ ചില ഓർമ്മകളൊക്കെ വരും. ഇപ്പൊ നീ അനുഭവിക്കുന്ന പ്രശ്നം ഒരു പ്രശ്നമല്ല. കാരണം എന്താന്ന് ചോദിച്ചാൽ ഇതിനെക്കാട്ടി വലിയ പ്രശ്നത്തെ നീ ജയിച്ചിട്ടുണ്ട്. എത്ര പേർക്ക് ആമയും പറയാൻ പറ്റും? ഞാൻ ഈ അടുത്ത സമയത്ത് സ്തോത്രം പെരുമ്പാവൂര് ഒരു സ്ഥലത്ത് പ്രാർത്ഥിക്കാനായിട്ട് പോകേണ്ട സാഹചര്യം ഉണ്ടായി. അപ്പോൾ അവിടെ ചെന്നപ്പം
അവരുടെ വീട്ടിൽ പ്രാർത്ഥിക്കാൻ ഇരിക്കുന്ന സമയത്ത് ആ ബ്രദർ എന്നോട് പറഞ്ഞു, പാസ്റ്ററെ എനിക്ക് 12 കോടി രൂപ കടമുണ്ട്. എത്ര? 12 കോടി. സ്തോത്രം. അപ്പം ഞാൻ പറഞ്ഞു, അപ്പൊ പ്രാർത്ഥിക്കാനിരിക്കുക. അപ്പൊ എന്നോട് പുള്ളി പറയുക, ഈ 12 കോടിയുടെ കടം ദൈവം ഒന്ന് വീട്ടിൽ തരാൻ പ്രാർത്ഥിക്കണം. അപ്പൊ ഇന്ന് വരെ നമ്മളോട് പറയാത്ത കാര്യമാണ്. ചില ആൾക്കാർ പറയും കടം മാറാൻ പ്രാർത്ഥിക്കണം, കടത്തിന്റെ ബന്ധനം അഴിയാൻ പ്രാർത്ഥിക്കണം, കടത്തിന്മേലുള്ള തടസ്സം മാറാം, അതൊക്കെയാ പറയാം. പക്ഷെ പുള്ളി പറയാം ഈ കടം ദൈവം ഒന്ന് തീർത്തു തരാൻ. അപ്പൊ ഞാൻ ചോദിച്ചു, അങ്ങനെ ചോദിക്കാൻ കാര്യമാണ്, എനിക്ക് 3 വർഷം മുമ്പ് 24 കോടി കടം ഉണ്ടായിരുന്നു. അത് ദൈവം തീർത്ത് തന്നതാ. അതുകൊണ്ടാണ് ഞാനിങ്ങനെ ദൈവദാസന്മാരെ വിളിച്ച് വീട്ടിൽ വരുത്തി പ്രാർത്ഥിക്കുന്ന. ആൾക്കാർ പറയാൻ പൊട്ടത്തല്ലെന്ന്, പക്ഷെ എനിക്കറിയാം 24 കോടിയുടെ കടം തീർത്ത ദൈവം ഈ 12 കോടിയുടെ കേട്ടോ. നിന്റെ ജീവിതം മാറണം, നിന്റെ ഉള്ളം നന്ദി കൊണ്ട് നിറയണം. എത്ര പേര് അതിന് ആമീൻ പറയും? നമുക്ക് ഒരു 10 കാര്യം മനസ്സിൽ ഓർത്തേ. കഴിഞ്ഞ 2023, 24, 25 നടന്നൊരു 10 കാര്യം. കർത്താവ് ദൈവം നിന്റെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനമായി ചെയ്ത 10 കാര്യങ്ങൾ. കുഞ്ഞിൻ്റെ കല്യാണമായിരിക്കാം, നിന്റെ ജോലി ആയിരിക്കാം, നിന്നെ ഐശ്വര്യന്ന് വിടുവിച്ചതായിരിക്കാം, നിന്റെ അവയവത്തിന് വിടുതൽ കിട്ടിയതായിരിക്കാം, നിന്റെ ഒരു 10 കാര്യം ഓർത്തേ. മനുഷ്യർ ചെയ്തതല്ല, ദൈവം ചെയ്തത്. നിന്റെ ജീവിതത്തിൽ, ദൈവമക്കളുടെ ജീവിതത്തിൽ എന്ത് ചെയ്താലും അത് ദൈവം ചെയ്തതാ. എന്നിട്ട് ദൈവത്തിനോട് നന്ദി പറയാൻ പോവാ. ഹല്ലേലൂയ. കൈയടിച്ച് പാടാൻ പറ്റുമോ അത്? ജീസസ്. കൈയടിച്ച് 4 ലൈൻ പാടാൻ പോവാ. നന്ദിയാലൻ ഉള്ളം പൊങ്ങുന്നേ, ഒന്ന് തുള്ളം തുള്ളുന്നേ, ഇന്ന് തുള്ളണം നന്ദിയാല്. പുറത്ത് എപ്പോഴും നിങ്ങൾ കൈയടിച്ച് ശരീരം തുള്ളിക്കുക, അങ്ങനെ ഇന്ന് നിന്റെ ഉള്ളു തുള്ളണം. എത്ര പേര് അതിന് ആമീൻ പറയാൻ പറ്റുമോ? ഹന്ന ഒരിക്കൽ പറഞ്ഞു, എൻ്റെ ഉള്ളം നന്ദിയാൽ തുള്ളുകയാ. യേശുവിൻ്റെ നാമത്തിൽ എന്താ കാര്യം? വിടുതൽ കിട്ടിയില്ല, കൊച്ചിനെ കണ്ടില്ല, പക്ഷെ കൊച്ചിനെ ലഭിക്കുമെന്ന ഉറപ്പ് ലഭിച്ചപ്പോൾ എത്ര പേര് ഒരു 10 കാര്യം ഓർത്ത്. അനിൽപാഷ ജീവിതത്തിൽ ചെയ്ത അനിൽപാഷ ഓർത്തോളാം, അനിൽപാഷ ജീവിതത്തിൽ ചെയ്ത പുള്ളി ഓർത്തോളും, അങ്കിളിന്റെ ജീവിതത്തിൽ ചെയ്ത അങ്കിൾ ഓർത്തോളും, സണ്ണിപ്പാഷ നിങ്ങളുടെ ജീവിതത്തിൽ ചെയ്തൊരു 10 കാര്യം മനസ്സിൽ കൊണ്ടുവന്നേ. 1, 2, 3, 4, 5, 6, 7, 8, 9, 10 കൊണ്ടുവന്നോ? ആ കൈകളൊന്ന് മെല്ലെ ഒന്ന് അടിച്ച്. യെസ്. നന്ദിയാലെന്നുള്ളം തുള്ളുന്നേ, വല്ലഥാ നിൻ കൃപയോർക്കുമ്പോൾ. നന്ദിയാലെന്നുള്ളം തുള്ളുന്നേ, വല്ലഥാ നിൻ കൃപയോർക്കുമ്പോൾ. വർണ്ണിച്ചിടാൻ സാധ്യമല്ലത് എൻ ജീവിതത്തിൽ ചെയ്ത ക്രിയകൾ. ചെയ്തവര് മാത്രമേ വർണ്ണിച്ചിടാൻ സാധ്യമല്ലത് എൻ ജീവിതത്തിൽ ചെയ്ത ക്രിയകൾ. കൊടും പാപിയായിരുന്നെ വൻഷേറ്റിൽ നിന്നും കയറ്റി. കൊടും പാപിയായിരുന്നെ വൻഷേറ്റിൽ നിന്നും കയറ്റി. ക്രിസ്തുവാകും പാറമേൽ നിർത്തി പുത്തൻ പാട്ടും എന്റെ നാവിൽ തന്നതാ. ക്രിസ്തുവാകും പാറമേൽ നിർത്തി പുത്തൻ പാട്ടും എന്റെ നാവിൽ തന്നതാ. നന്ദിയാ എന്നുള്ളം തുള്ളുന്നേ, വല്ലഥാ നിൻ കൃപയോർക്കുമ്പോൾ. നന്ദിയാ എന്നുള്ളം തുള്ളുന്നേ, വല്ലഭാ നിൻ കൃപയോർക്കുമ്പോൾ. വർണ്ണിച്ചിടാൻ സാധ്യമല്ലത് എൻ ജീവിതത്തിൽ ചെയ്ത ക്രിയകൾ. വർണ്ണിച്ചിടാൻ സാധ്യമല്ലത് എൻ ജീവിതത്തിൽ ചെയ്ത ക്രിയകൾ. വൻശോധനാവേളയിൽ തീച്ചൂളയിൽ നടുവിൽ. വൻശോധനാവേളയിൽ തീച്ചൂളയിൽ നടുവിൽ ചാരതണഞ്ഞു രക്ഷിച്ച മമകാന്തനെ നിൻ സ്നേഹമോക്കുമ്പോൾ. ചാരതണഞ്ഞു രക്ഷിച്ച മമകാന്തനെ നിൻ സ്നേഹമോക്കുമ്പോൾ. എന്നുള്ളം കൊള്ളുന്നേ, വല്ലഭാ നിൻ കൃപയോർക്കുമ്പോൾ. നന്ദിയാൽ എന്നുള്ളം തുള്ളുന്നേ, വല്ലഭാ നിൻ കൃപയോർക്കുമ്പോൾ. വർണ്ണിച്ചിടാൻ സാധ്യമല്ലത് എൻ ജീവിതത്തിൽ ചെയ്ത ക്രിയകൾ.
വർണ്ണിച്ചിടാൻ സാധ്യമല്ലത് എൻ ജീവിതത്തിൽ ചെയ്ത ക്രിയകൾ. നല്ലൊരു ഹല്ലേലൂയ പറഞ്ഞേ. ഈ ആരാധനയ്ക്ക് വരുമ്പം മ്ലാനതകളെല്ലാം മാറണമെങ്കിൽ പണ്ട് നടത്തിയ വഴി, ഞാനിപ്പോ നിൽക്കുന്ന ചിലരോട് പറയാം, നിന്റെ പ്രശ്നം ദൈവം ഒരു അത്ഭുതത്തിന് മാറ്റിവെച്ചിരിക്കുക. കഴിഞ്ഞ നാളുകളിൽ വേറെ ആർക്കുമല്ല, നിനക്ക് തന്ന അനുഭവം നിന്നെ ഇനിയും വിടുവിക്കുമെന്ന് ഉറപ്പുവരുത്താനാ. സ്തോത്രം. അപ്പം നിങ്ങൾ ശ്രദ്ധിക്കണം, ഇനി മുമ്പോട്ടുള്ള വചനങ്ങൾ കേൾക്കുമ്പം നിങ്ങൾ മനസ്സിൽ പറയണം, ഹല്ലേലൂയ, കഴിഞ്ഞ നാളുകളിൽ ദൈവം തന്ന വിടുതൽ നിങ്ങൾ ഓർക്കണം. എന്തോ ഓർക്കണം? ഈ രാത്രിയിലൊക്കെ നമ്മൾ ഉറങ്ങാൻ കിടക്കുമ്പോൾ ഈ വിടുതൽ ഓർത്ത് അറിയാതെ ബെഡ്റൂമിൽ കിടന്ന് സ്തോത്രം പറയും. വണ്ടി ഓടിച്ചു പോകുമ്പോൾ അറിയാതെ സ്തോത്രം പറയും. യോഗത്തിനൊക്കെ ഇരിക്കുമ്പോൾ മാമി അടുത്തിരിക്കുന്ന ആളെയൊക്കെ മറന്നിട്ട് അങ്ങ് സ്തോത്രം പറയും. എൻ്റെ കാരണം എന്താ? ദൈവം നടത്തിയ കാര്യം ഓർക്കുക. ഓ ഹല്ലേലൂയ. നിങ്ങൾ ഇനി ഒന്ന് ശ്രദ്ധിച്ചേ. 77-ാം സങ്കീർത്തനം ആസാഫ് സമിച്ച സങ്കീർത്തന. ആ സങ്കീർത്തനത്തിന് ആസാഫ് പറയുന്ന 11-12 വാക്യങ്ങളിൽ ദൈവത്തിന് സ്തോത്രം. നമുക്ക് ഒന്ന് ശ്രദ്ധിക്കാം. ദൈവത്തിന് സ്തോത്രം. ഞാൻ യഹോവയുടെ പ്രവൃത്തികളെ വർണ്ണിക്കും. അവൻ പറയുക, ഞാൻ യഹോവയുടെ പ്രവൃത്തികളെ വർണ്ണിക്കും. നിന്റെ പണ്ടത്തെ അത്ഭുതങ്ങളെ ഞാൻ ഓർക്കും. നിന്റെ പണ്ടത്തെ അത്ഭുതങ്ങളെ ഞാൻ ഓർക്കും. എന്നെ നോക്കണം, ഇപ്പൊ ഒന്നും നടന്നിട്ടില്ല അത്ഭുതം. 2026 ജനുവരി മാസം കഴിഞ്ഞ് ഫെബ്രുവരി ആയി, ഒന്നും നടന്നിട്ടില്ല. പക്ഷെ ഞാൻ പണ്ടത്തെ അത്ഭുതത്തെ ഓ യേശു, എന്റെ അർത്ഥം എന്താ? പണ്ടത്തെ അത്ഭുതം നിന്റെ ഓർമ്മ വരുന്ന ഓർത്തോണം, നിന്റെ അത്ഭുതം അടുത്തിരിക്കുന്നു. ഓ ഹല്ലേലൂയ. നിന്റെ പണ്ടത്തെ അത്ഭുതങ്ങളെ ഞാൻ ഓർക്കും. ഓ യേശുവിന്റെ നാമത്തിൽ അടുത്തിരിക്കുന്ന ആളെ തൊട്ടേച്ച് പറ, ആ പണ്ടത്തെ അത്ഭുതം ഒന്ന് ഓർക്കാൻ പറ. ഓ ഹല്ലേലൂയ. എത്ര പ്രാവശ്യം നിന്റെ കയ്യിലെ ശരീരത്തിലെ മുഴകൾ പോയി, എത്ര പ്രാവശ്യം നിന്റെ മരണകരമായ അനർത്ഥങ്ങൾ ഒഴിഞ്ഞു പോയി, എത്ര പ്രാവശ്യം നിനക്കെതിരെ ആഭിചാരം ചെയ്തപ്പോൾ അത് നിനക്ക് കേൾക്കാതെ പോയി. ഒന്ന് ഓർത്ത് നോക്കിക്കേ. അതെല്ലാം കൂടെ ഓർത്ത് കഴിഞ്ഞാൽ ഓ ഹല്ലേലൂയ, അവൻ പറയുകയാണ്, ഞാൻ ദൈവത്തിന്റെ നിന്റെ പണ്ടത്തെ അത്ഭുതങ്ങളെ. ഓ ഹല്ലേലൂയ. കണ്ടോ, ഇപ്പം ഇനി കയ്യടിയൊന്നും നിർത്താൻ പറ്റുന്ന കാര്യം, പണ്ടത്തെ അത്ഭുതങ്ങളെ ഞങ്ങൾ ഓർക്കുകയാണ്. ഞാൻ നിന്റെ സകല പ്രവൃത്തിയെയും കുറിച്ച് ധ്യാനിക്കും. എനിക്ക് ധ്യാനിക്കാനുള്ളത് നിന്റെ പ്രവൃത്തിയെ കുറിച്ചാണ്. നീ പ്രവർത്തിച്ചതാ. അങ്ങനെ ധ്യാനിക്കുമ്പോൾ ആ ധ്യാനത്തിങ്കൽ തീ കത്തുന്നു. സ്തോത്രം. ഹല്ലേലൂയ. എന്നിട്ട് എഴുതിയിരിക്കുക, നിന്റെ ക്രിയകളെ കുറിച്ച് ഞാൻ ചിന്തിക്കും. എന്റെ ചിന്ത മുഴുവൻ നിന്റെ ക്രിയകളെ കുറിച്ച്. ഈ ബൈബിളിൽ നിങ്ങൾ ശ്രദ്ധിച്ചു കേൾക്കണം. അപ്പം നാം ഓരോ ദൈവമക്കളും ഓരോ ദിവസവും ജീവിക്കേണ്ടത് കഷ്ടപ്പാട് പറഞ്ഞുകൊണ്ടും ദുഃഖം പറഞ്ഞുകൊണ്ടും അല്ല ജീവിക്കേണ്ടത്. പണ്ട് നടന്ന അത്ഭുതങ്ങളെ പറഞ്ഞുകൊണ്ട് ജീവിക്കണം. ഒരാമയും വരുന്നില്ല. ഓർത്തെ, ഇങ്ങനെ നമ്മൾ ഓർക്കുന്ന കാര്യം പറയത്തില്ലയോ? നമ്മളൊരു കാര്യം, ദൈവം ചെയ്തൊരു കാര്യം ഓർക്കുവാന്ന് നമ്മൾ എന്ത് ചെയ്യത്തില്ലയോ? പറയും. ഇത് ഓർക്കുന്ന എന്തിനാ? പറയാനാ. ഇനി ഞാൻ ബൈബിളിൽ നിന്ന് ഒരു വാക്യം കൂടെ നിങ്ങളുടെ കർത്താവിന്റെ സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. നമുക്ക് ഞാൻ ഒരു പ്രാവശ്യമോ 2 പ്രാവശ്യമോ ഒന്നിലധികം പ്രാവശ്യം പ്രസംഗിച്ചൊരു ഭാഗത്തോട്ടാണ് വരുന്നത്. യോശുവയുടെ പുസ്തകം ഒന്ന് എടുത്ത് 4-ാം അധ്യായം, ഓർക്കണം എന്ന പദത്തിലോട്ട് കൊണ്ടുവരുക കർത്താവിന്റെ സ്തോത്രം. യോശുവയുടെ പുസ്തകം 4-ാം അധ്യായം 20 മുതലുള്ള വാക്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കാം. യോശുവയുടെ പുസ്തകം 4-ാം അധ്യായത്തിന്റെ 20 മുതലുള്ള വാക്യം ശ്രദ്ധിക്കാം. യോർദാനിൽ നിന്നെടുത്ത 12 കല്ല് യോശുവ ഗിൽഗാലിൽ നാട്ടി. ഇസ്രായേൽ മക്കളോട് പറഞ്ഞു എന്തെന്നാൽ, യോശുവ ഇസ്രായേൽ മക്കളോട് പറയാ, ദൈവത്തിന്റെ വായായി നിന്നോട് പറയുക, ഈ കല്ല് എന്തെന്ന് വരുംകാലത്ത് നിങ്ങളുടെ മക്കൾ പിതാക്കന്മാരോട് ചോദിച്ചാൽ. ഈ യോർദാന്റെ നടുക്കുന്ന 12 കല്ലെടുത്ത് ഗിൽഗാലിൽ നാട്ടിയിട്ട് യോശുവ പറയുകയാണ്, നിങ്ങളുടെ മക്കൾ ഈ കല്ല് എന്താന്ന് നിങ്ങളുടെ അപ്പന്മാരോട് ചോദിച്ചാൽ. ഇസ്രായേൽ ഉണങ്ങിയ നിലത്തുകൂടി ഈ യോർദാൻ ഇക്കരെ കടന്നു എന്ന് നിങ്ങളുടെ മക്കളോട് പറയണം. നിങ്ങളുടെ മക്കളോട് നിങ്ങൾ പറയണ ഈ കല്ല് എന്താണെന്നറിയാമോ? ഇസ്രായേൽ മക്കൾ യോർദാൻ അക്കരെ നിൽക്കുമായിരുന്നു. ദൈവം അവരുടെ യോർദാനെ വറ്റിച്ച് ഉണങ്ങിയ നിലത്തുകൂടെ നിന്റെ അപ്പന്മാരെ യോർദാൻ ഇക്കരെ കടത്തി എന്ന് നിങ്ങളുടെ മക്കളോട് പറയണം എന്ന് നിങ്ങൾ വ്യക്തമായിട്ട് പറയണം. അപ്പനെ നടത്തിയ വഴികൾ മക്കൾക്ക് അറിയത്തില്ലെന്ന് പറയുവല്ല, നടത്തിയ വഴി സ്പഷ്ടമായിട്ട് പിള്ളേരോട് പറഞ്ഞു കൊടുക്കണം. അതിനർത്ഥം എന്തുവാ? നീ ഓർത്ത് ജീവിക്കണം. നിന്റെ പിള്ളേര് നിന്നെ നടത്തിയ വഴി ഓർത്ത് സന്തോഷിക്കണം. ഒരാമയും പറഞ്ഞാട്ടെ.
ഒരു കൊച്ചു ജനിക്കുമ്പോൾ മുതൽ പേരൻസ് ചെയ്യേണ്ട ഏറ്റവും വലിയ കാര്യമാണ് പാസ്റ്റർമാരുടെ നുണയും സഭയുടെ കൂട്ടിപ്പിടിപ്പിക്കുക സഭയുടെ കുറവും അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ് ഉള്ള വിശ്വാസിയെപ്പോലും കുഞ്ഞുങ്ങളെപ്പോലും സൺഡേ സ്കൂൾ പഠിപ്പിക്കാതെ ചർച്ച വരുത്താതെ ആക്കുവല്ല ചെയ്യേണ്ടത്. അങ്ങനെയുള്ള നിന്റെ ദേഹത്ത് ഒറിജിനൽ ഭൂതമാണ്. ദൈവത്തിന് സ്തോത്രം. എന്നാൽ എന്താ ചെയ്യേണ്ടേ? നിന്നെ നടത്തിയ വഴി പിള്ളേരോട് പറയണം. മോനെ, ഞാൻ കർത്താവിനെ കണ്ടതിപ്പിനുണ്ടായ അനുഗ്രഹങ്ങൾ ഇതെല്ലാം. ഇപ്പം നീ അനുഭവിക്കുന്ന സകല അനുഗ്രഹവും യേശു എൻ്റെ ജീവിതത്തിൽ ചെയ്ത അത്ഭുതം. ഈ പിള്ളേർ കേട്ട് വളരേണ്ട ദൈവത്തിൻ്റെ അത്ഭുതത്തെ കുറിച്ചാണ്. എത്ര പേര് അതിന് ആമീൻ പറയും? തുടങ്ങിയിട്ടില്ല, ഇന്ന് തൊട്ട് തുടങ്ങണം. നിങ്ങൾ പണ്ടത്തെ കാര്യം നിങ്ങൾ ഓർക്കുന്നുണ്ടോ? ദൈവത്തിന് സ്തോത്രം. ലൂണാറിൻ്റെയും പാരകൻ്റെയും ഒക്കെ ചെരിപ്പിട്ടുകൊണ്ട് നടന്ന കാലം നിങ്ങൾ ഓർമ്മയുണ്ടോ? ഇപ്പൊ പിള്ളേരുടെ ഷൂ ഒക്കെ എന്നെ അടിപൊളിയാ. പണ്ടത്തെ നിങ്ങൾ ഓർക്കുന്നുണ്ടോ? പണ്ടത്തെ വസ്ത്രം ഇപ്പോഴത്തെ വസ്ത്രം എന്നെ അടിപൊളിയാ. പണ്ടത്തെ കണ്ടിട്ടുണ്ടോ ഒരു തോർത്തൊക്കെ? ഇപ്പോഴും തോർത്തില്ല. ഇപ്പം ദൈവത്തിന് സ്തോത്രം, സിസ്റ്റമൊക്കെ മാറി. ഞാനതൊന്നും പറയുന്നില്ല. എന്താ ഇവിടെ ശ്രദ്ധിച്ച്? ഇതെല്ലാം കാണുമ്പം നിന്റെ പിള്ളേരോട് നീ പറയണം, ഇപ്പോഴത്തെ മോനെ ഈ ടർക്കിയും അതും ഇതുമൊക്കെ ലഭിച്ചത് പണ്ട് ഞാൻ ഇങ്ങനെയായിരുന്നു, പക്ഷെ എൻ്റെ ജീവിതം മാറ്റി അത്ഭുതം ചെയ്തൊരു ദൈവം ഉണ്ടെന്ന് നിന്റെ സന്തതിക്ക് പറഞ്ഞു കൊടുക്കണം. യോർദാൻ വറ്റിച്ചപ്പോൾ യോശുവ 12 കല്ലെടുത്ത് ഗിൽഗാലിൽ നാട്ടണം. അതിന്റെ രഹസ്യം എന്താ പറയുക? നിന്റെ പിള്ളേർ അടുത്ത ദിവസം ഓടിയാൽ ഈ വഴി വരുമ്പം അവന്മാർ ചോദിക്കും, ഡാഡാ ഈ കല്ലെന്തുവാ? നിർത്തിവെച്ച് പറയണം, ഞാൻ സേവിച്ചൊരു ദൈവമുണ്ട്. ആ ദൈവം ഈ യോർദാൻ വറ്റിച്ച് പിതാക്കന്മാരെ നടത്തി. അന്ന് അവിടെ നിന്നെടുത്ത 12 കല്ല് നിനക്ക് സാട്ടോ. കണ്ടോ ഞാനൊരു നിനക്ക് വിടുതൽ കിട്ടുമെന്ന് നീ ഉറപ്പിച്ചോണം. പണ്ട് നടന്ന കാര്യം നീ ഓർക്കണം. 2, നീ പണ്ട് നടന്ന കാര്യം നിന്റെ സന്തതിക്ക് പറഞ്ഞു. ഈ ചിലര് ചിന്തിക്കുന്ന എവിടെയെങ്കിലും പോയൊരു പ്രാർത്ഥനയ്ക്ക് എന്ന് അന്നൊരു പ്രവാചകനോ ഒരു ഉപദേശമാണെങ്കിൽ പുള്ളി തലയൊക്കെ വെച്ച് അഴിയട്ടെ എന്ന് പറയുമ്പോൾ മൊത്തം അഴിയെന്ന്. അങ്ങനല്ല. യഥാർത്ഥമായിട്ട് നീ ജീവിക്കേണ്ടി എങ്ങനെയാന്ന് പഠിക്കുന്നത് ചർച്ച വെച്ചാ. നമ്മൾ ഡീപ്പായിട്ട് പഠിപ്പിക്കുക. നിങ്ങൾ ശ്രദ്ധിക്കണം, നിന്റെ ഉള്ളിൽ അസൂയയും പിണക്കവും കുശുമ്പും കുന്നായ്മയും ഇതെല്ലാം എടുത്ത് കളയണം. എന്നിട്ട് പണ്ട് ദൈവം ചെയ്തത് നിന്റെ മനസ്സിലോട്ട് കൊണ്ടുവരണം. നിന്റെ മനോമുകുരത്തിട്ട് അത് ചിന്തിക്കുമ്പോൾ നിന്റെ ഉള്ളം തുള്ളും. ഓ ഹല്ലേലൂയ. മനസ്സിലായി വരുന്നുണ്ടോ? ഉള്ളം തുള്ളി കഴിയുമ്പോൾ അതിനർത്ഥം നീ അടുത്ത ആളോട് പറയും, ഇത്രമാത്രം സന്തോഷം എന്തുവാ ബ്രദറെ? അയ്യോ, കഴിഞ്ഞ വർഷം ദൈവം നടത്തിയതൊന്ന് ഓർത്തതാ ബ്രദറെ. മുഖം അങ്ങ് ചുമന്ന് തുടുത്തു. അതിൻ്റെ കാര്യം എന്താ? നാഥൻ നടത്തിയ വിധങ്ങൾ ഓർത്താൽ എങ്ങനെ നന്ദി ഏകാതിരിക്കും? ദൈവത്തിന് സ്തോത്രം. നാട്ടുകാർ വിളറിയിരിക്കുമ്പോൾ, കൂട്ടുകാർ കരഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നീ ചിരിച്ചോണ്ടിരിക്കണം. കാരണം എന്താ? ഇന്നലെ അത്ഭുതം ചെയ്തവൻ നാളെ അത്ഭുതം. ഓ യേശുവിൻ്റെ നാമത്തിൽ ആരെങ്കിലും പഴങ്കഥം പറയാൻ വന്നാൽ നീ ചെവി കൊടുക്കരുത്. നീ മാറിപ്പോകണം. എനിക്ക് പദം പറയുന്ന ദൈവത്തിന് സ്തോത്രം. കരച്ചിലിൻ്റെ സാക്ഷ്യം എനിക്ക് കേൾക്കണ്ട. എനിക്ക് കേൾക്കേണ്ടത് ദൈവം ചെയ്ത അത്ഭുതങ്ങളാ. അപ്പം യോശുവ ജനത്തോട് പറയുകയാണ്, ഇത് അനിപ്പാശ്വരി പുതിയ ഉപദേശം പറയുകയല്ല, ബൈബിളിലെ കാര്യം പഠിപ്പിക്കുക. യോശുവ ജനത്തോട് പറയുകയാണ്, എന്തെങ്കിൽ യോർദാനിൽ നിന്നെടുത്ത 12 കല്ല് യോശുവ ഗിൽഗാലിൽ നാട്ടി. വായിച്ചാട്ടെ. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. ഇസ്രായേൽ മക്കളോട് പറഞ്ഞു എന്തെന്നാൽ, ഈ കല്ലെന്തെന്ന് വരും കാലത്ത് നിങ്ങളുടെ മക്കൾ പിതാക്കന്മാരോട് ചോദിച്ചാൽ ഇസ്രായേൽ ഉണങ്ങി നിലത്തുകൂടി യോർദാൻ ഇക്കരെ കടന്നു എന്ന് നിങ്ങളുടെ മക്കളോട് പറയണം. മൂത്തമാൻ പറയുക, ഡാഡാ ഞാൻ വട്ടിയൂർക്കാവിലെ വീട് വെക്കുന്നുള്ളൂ. അപ്പൊ അവനോട് പറയണം, എടാ നീ അവിടെ വെക്കാമെന്നല്ല, വേണ്ട മോനെ, ഈ വട്ടിയൂർക്കാവിലെ സ്ഥലം വാങ്ങിച്ച എങ്ങനെയാണെന്നറിയോ? യേശു ഒരു അത്ഭുതം ചെയ്തോണ്ട്. സ്തോത്രം. നിനക്ക് കനൂപത്തോട്ടാടത്തിനവിടെ സ്ഥലം വേണോ? ആ യേശു അത്ഭുതം ചെയ്യും. കൊച്ചിന്റെ മനസ്സിൽ സ്ഥലമല്ല കയറേണ്ടത്, അത്ഭുതം ചെയ്യുന്ന ദൈവം കയറണം. മനസ്സിലായി വരുന്നുണ്ടോ? ഇന്ന് ചിലരുടെ സംസാര രീതികൾ മാറണം. കാര്യം നിന്റെ സന്തതിയെ വിടുവിക്കാൻ ദൈവത്തിന് പ്ലാനുണ്ട്. നിന്റെ സന്തതിയോട് ഒരു പാസ്റ്റർമാരുടെയും അച്ഛന്മാരുടെയും പ്രാർത്ഥനക്കാരുടെയും കുറ്റം പറയരുത്. കുറ്റം പറഞ്ഞുകൊണ്ട് നടക്കുന്നതിന്റെ ദേഹത്ത് ശരിക്കും ഭൂതമുണ്ട്. അത് ഇന്നല്ലെങ്കിൽ നാളെ വെളിപ്പെടുന്നത് നിങ്ങൾ ലൈവായി കാണും. എന്നാൽ സാക്ഷ്യം പറഞ്ഞുകൊണ്ട് നടക്കുന്നവരെ നിങ്ങൾ നോക്ക്, അവര് ദൈവവേലയാ ചെയ്യുന്നേ. ഓ ഹല്ലേലൂയ. എന്നോട് പിണങ്ങുമൊന്നും ചെയ്ത് പിണങ്ങിട്ട് കാര്യമില്ല. ഞാൻ വചനം എടുത്ത് വിടർത്തി വെച്ചാണ് പറയുന്നത്. നിങ്ങൾ യോർദാനിൽ നിന്നെടുത്ത 12 കല്ല് യോശുവ ഗിൽഗാലിൽ നാട്ടി. ഇസ്രായേൽ മക്കളോട് പറഞ്ഞത് എന്തെന്നാൽ, ഈ കല്ല് എന്തെന്ന് വരുംകാലത്ത് നിങ്ങളുടെ മക്കൾ പിതാക്കന്മാരോട് ചോദിച്ചാൽ ഇസ്രായേൽ ഉണങ്ങി നിലത്തുകൂടി യോർദാൻ ഇക്കരെ കടന്നു എന്ന് നിങ്ങളുടെ മക്കളോട് പറയണം.
ഭൂമിയിലെ സകല ജാതികളും കേൾക്കണം. യഹോവയുടെ കൈ ശക്തിയുള്ളതെന്ന് അറിഞ്ഞ് നിങ്ങളുടെ ദൈവമായ യഹോവേ എന്നേക്കും ഭയപ്പെടേണ്ടതിന് ഞങ്ങൾ ഇക്കരെ കടപ്പാൻ തക്കവണ്ണം. ആമീൻ പറഞ്ഞു തുടങ്ങണം. ദൈവത്തിന്റെ കരം ശക്തിയുള്ളതെന്ന് എല്ലാവരും അറിഞ്ഞ് ഭയപ്പെടണം. ഒരാമീൻ പറഞ്ഞു തുടങ്ങണം. അപ്പൊ ദൈവത്തിന്റെ കൈ എന്തോ കൈയാണ്? ശക്തിയുള്ള കരമാണ്. അപ്പൊ കഴിഞ്ഞ നാളുകളിൽ ദൈവം നിന്നെ നടത്തിയ വഴികൾ ഓർക്കുമ്പം നിന്റെ ഉള്ളം നന്ദി കൊണ്ട് നിറയും. എത്ര പേര് അതിന് ആമീൻ പറയാൻ പറ്റും? ഹല്ലേലൂയ. ആമീൻ. നിങ്ങൾ നോക്കി, ആ പിതാക്കന്മാർ അങ്ങനെ ആ ജനറേഷനോട് പറയുമായിരുന്നു. പറയുന്നതിനോട് തെളിവ് തരാം. ന്യായാധിപന്മാരുടെ പുസ്തകം നിങ്ങളൊന്ന് എടുത്തേ. പെട്ടെന്ന് 1-2 വാക്യം വായിച്ച് ദൂതിലോട്ട് വരാം. ന്യായാധിപന്മാരുടെ പുസ്തകം നിങ്ങളൊന്ന് എടുത്തേ. ആമീൻ. 6-ാം അധ്യായം ഒന്ന് എടുത്തേ. അതിന്റെ 13-ാമത്തെ വാക്യം നമുക്കൊന്ന് ശ്രദ്ധിക്കാം. 6-ാം അധ്യായത്തിന്റെ 13-ാമത്തെ വാക്യം നമുക്ക് ശ്രദ്ധിക്കാം. ഗിദെയോൻ അവനോട്, അയ്യോ യജമാനനെ, യഹോവ നമ്മോടുകൂടെ ഉണ്ടെങ്കിൽ നമുക്കിതൊക്കെ ഭവിക്കുന്നത് എന്ത്? യഹോവ നമ്മെ മിസ്രൈമിൽ നിന്ന് കൊണ്ടുവന്നു എന്ന് നമ്മുടെ പിതാക്കന്മാർ നമ്മോട് അറിയിച്ചിട്ടുള്ള അവന്റെ അത്ഭുതങ്ങളൊക്കെ എവിടെ? ഒരു മനുഷ്യൻ ചോദിക്കുക, അവന്റെ അത്ഭുതമൊക്കെ എവിടെ? ഇവിടെ കിട്ടിയോ? അപ്പന്മാർ ഈ സാക്ഷി ആരോട് പറയണം? എന്റെ പൊന്നു മോനെ, നീ പരസ്യയോഗത്തിൽ സാക്ഷി പറയാനല്ലോ, നിനക്ക് നാണം കേട്. അങ്ങനെ പറയുന്നവർ മഹാഭാഗ്യവാന്മാരാ. എന്നാൽ സ്വന്തം വീട്ടിലെ പിള്ളേരോട് പറയോ? അടുത്തിരിക്കുന്ന കൈ കൊടുത്ത് നിന്റെ സാക്ഷ്യം നിന്റെ പിള്ളേരോട് പറഞ്ഞിട്ടുണ്ടോ എന്ന് ചോദില്ല. കേട്ടോ, എന്നെ നോക്കിയിരിക്കുന്നു എന്തുവാ? ലൈവിലുള്ളവരോട് ചോദിക്കും, നിന്റെ സാക്ഷ്യം നിന്റെ പിള്ളേരോട് പറഞ്ഞിട്ടുണ്ടോ? പിള്ളേർ ജനിച്ചു വന്നപ്പോൾ അവർക്ക് 2-3 ഇവര് +2 കയറിയപ്പോൾ 2-3 ATM കാർഡും പിന്നെ 2-3 ഫോണും പിന്നെ അടിപൊളി ഒരു എൻഫീൽഡിന്റെ ബുള്ളറ്റും ഒക്കെ പിള്ളേരോട് അടിപൊളിയോടെ അപ്പനെ അമ്മയൊക്കെ എൻ്റെ അപ്പനെ പോലാകണോ എന്ന് വിചാരിച്ച് ഈ അപ്പൻ ഇത് ഉണ്ടായത് എങ്ങനെയാന്ന് ഈ പിള്ളേരോട് പറഞ്ഞിട്ടില്ല. അവൻ പറഞ്ഞു, ഇന്നെനിക്ക് KFC മതി, വൈകിട്ട് KFC. ഇന്നെനിക്ക് ബാർബിക്യൂ മതി, വൈകിട്ട് ബാർബിക്യൂ. ഇന്നെനിക്ക് മട്ടൻ ബിരിയാണി മതി, വൈകിട്ട് മട്ടൻ ബിരിയാണി. ചെറുക്ക അപ്പൻ പാരകണ്ണ് തപ്പി പോവാ. എന്തിനാ മോന് മട്ടൻ ബിരിയാണി? എടാ, ഇത് കൊടുക്കുന്നതിന് വിരോധം. 2 എണ്ണം വാങ്ങിച്ചു കൊടുക്കാൻ കഴിക്കട്ടെ. പക്ഷെ കൊടുക്കുന്നതിനിടെ പറയണ, എടാ ഈ ബിരിയാണി വാങ്ങത്തക്കവണ്ണം എന്നെ പ്രാപ്തനാക്കിയത് ആരാന്ന് നിന്റെ അപ്പുറത്തെ വീട്ടിൽ പറയേണ്ടത് നീ നിന്റെ പിള്ളേരോട് പറ. അർത്ഥം എന്തുവാ? ദൈവം ഉദ്ദേശിക്കുന്നത് നിന്റെ പിള്ളേർ അത്ഭുതം കേട്ട് വളരണം. നിന്റെ പിള്ളേർ എന്തോ കേട്ട് വളരണം. പാസ്റ്റർമാരുടെ കുറ്റം കേട്ടല്ല, യൂട്യൂബർമാരുടെ കുറ്റം കേട്ടല്ല. നിന്റെ പിള്ളേർ വചനത്തിൽ നടന്ന ദൈവത്തിന്റെ അത്ഭുതം മനസ്സിലായി വരുന്നുണ്ടോ നിങ്ങൾക്ക്? ഹല്ലേലൂയ. ആമീൻ. ഇതുവരെ പറ്റാത്തവരോട് ഞാൻ പറയാം, നിന്റെ സന്തതിയോട് നിന്റെ സാക്ഷ്യം പറയണം. പിള്ളേരോട് പറഞ്ഞു കഴിയുമ്പോൾ പിന്നെ നാട്ടുകാരോട് പറയാനുള്ള വഴി ഒരുങ്ങും. നാട്ടുകാരോട് പറയുമ്പോൾ പരസ്യ സ്ഥലത്ത് പറയാൻ പറ്റും. പിന്നെ ഒരാമീൻ പറഞ്ഞാട്ട് എവിടെ പറ്റിയ കുഴപ്പം എവിടാന്നറിയാമോ? ആമീൻ. ദൈവം ഇന്നും അത്ഭുതങ്ങളുടെ ദൈവമാ. ഇസ്രായേലിനോട് പറയുക, നീ പേടിക്കണ്ട, നീ ഇപ്പൊ അകപ്പെട്ട് കിടക്കുന്ന ബാബേലിന്റെ ബന്ധനത്തിനകത്തുനിന്ന് ഞാൻ നിന്നെ പുറത്തെടുക്കും. അമ്മി ഓർത്തോണം. അമ്മി ദൈവത്തിന് സ്തോത്രം. നിന്റെ പൂർവ്വകാലത്ത് നടന്നത് നീ ഓർക്ക്. അതായത് ഇന്നലകളിൽ മിസ്രൈമിൽ നിന്നെ വിടുവിച്ചത് നീ ഓർക്ക്. നിന്റെ മരുഭൂമി നടത്തിയത് നീ ഓർക്ക്. ഈ കുരുക്കിൽ നിന്ന് നിന്നെ വിടുവിക്കും. നമുക്ക് ഇച്ചിരി ഗഹനമായിട്ട് ഈ ഭാഗം. അപ്പം ഇവിടെ നിങ്ങൾക്കറിയാമോ, ന്യായാധിപന്മാരുടെ പുസ്തകത്തിൽ സംഭവിച്ചേക്കുന്നത് എന്താണെന്ന് ചോദിച്ചാല്, ദൈവത്തിന്റെ ജനത്തെ മിദ്യാന്യ ശക്തികൾ ഞെരുക്കിയപ്പം ഇവര് വിതയ്ക്കും, അവര് കൊയ്യും. ദൈവജനം വിതയ്ക്കും, ആര് കൊയ്യും? മിദ്യാന്യര് കൊയ്യും. അങ്ങനെ അവരുടെ എല്ലാം നഷ്ടപ്പെട്ടു പോയി. അപ്പോൾ എല്ലാവരുടെയും നിലം പോയി എന്നാണ്. ശത്രു വന്ന് കൊയ്യുവാന്ന് പറഞ്ഞ് താടിക്ക് കൈ കൊടുത്തുകൊണ്ടിരിക്കുക. ഗിദെയോൻ എന്ന് പറയുന്ന ഒരാൾ വ്യത്യസ്തനായി. എപ്പോഴും ഞാൻ നിങ്ങളോട് പറയാം, ദൈവം ആര് ഉപയോഗിക്കുന്നുണ്ടോ അവരെല്ലാം വ്യത്യസ്തരായിരിക്കും. ഒരിക്കൽ ഞാൻ പ്രസംഗിക്കുമ്പോൾ ഒരു യോഗത്തിൽ ഒരാളിരുന്ന് ഭയങ്കര ഉറക്കമാണ്. ഞാൻ പ്രസംഗം തുടങ്ങുമ്പോൾ പുള്ളി ഉറങ്ങാൻ തുടങ്ങിയത്. പിന്നെ ഞാനൊന്നും പറയാൻ എന്നാ നീ മോനെ ഉറങ്ങി ആശ്വസിച്ചോളാനാണല്ലോ. പോട്ടെ. യോഗം എല്ലാം കഴിഞ്ഞപ്പോൾ എൻ്റെ അടുക്കൽ ലാസ്റ്റിലത്തെ 3 ഹല്ലേലൂയ കേട്ടപ്പോൾ പുള്ളി ഒന്ന് ഞെട്ടി. ഉണർന്നേച്ച് യോഗം കഴിയുമ്പോൾ എന്നോട്, എനിക്ക് ഏലീശായുടെ അഭിഷേകം വേണം. ഞാൻ പറഞ്ഞു, മിക്കാറും കിട്ടും. എനിക്ക് ഡബിൾ പോർഷൻ അനോയിന്റിങ്, 2.5 മണിക്കൂർ വെടിക്കെട്ടുറക്കം. ഇപ്പൊ വന്നേക്ക ഇരട്ടി.
ഈ ഇരട്ടി അഭിഷേകം കിട്ടിയവൻ 11 കാളയുടെ ഹമി കുറവ് തീർത്ത് 12ാമത്തെ കാളയുടെ മരമടിയെ നിന്നോട് കുറവ് തീർത്തവന്റെ പുറകെ പുതപ്പിയെന്നു. നിന്റെ ആ സ്മാർട്ട്നെസ്സും നിന്റെ ആ ഉത്സാഹവും കണ്ട ഏത് പുതപ്പും പുറകെ വരും. ഒരാമയും വരുന്നില്ല. എല്ലാവരുടെയും കൊയ്തുകൊണ്ട് പോയിട്ടും തൻ്റെ കൊയ്യാൻ സമ്മതിക്കാതെ അർദ്ധരാത്രി ഇറങ്ങി കൊയ്ത് ശത്രു ഉണരും മുമ്പ് ദൈവത്തിന് സ്തോത്രം മുന്തിരിച്ചക്കിന് അടുക്ക വെച്ച് മെതിച്ചവന്റെ അടുക്കൽ വന്നേച്ച് ദൈവം വിളിക്കുക, അല്ലയോ പരാക്രമശാലിയേ, യഹോവ നിന്നോട്. കൃപ 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 കൃപ. എല്ലായിടത്തും സംഭവിച്ചതാ, നിന്റെ വീട്ടിൽ സംഭവിച്ച. പക്ഷെ വിട്ടുകൊടുക്കരുത്. നീ വ്യത്യസ്തനാകണം. ശത്രു കൊണ്ടുപോകുന്നിടത്ത് നീ കൊയ്യാൻ ഇറങ്ങണം. കൃപ കൃപ. വചനം മനസ്സിലായി വരുന്നവർക്കായി ദൈവം സ്തോത്രം ചെയ്യുക. തിരുവനന്തപുരത്തെ ചർച്ചിലെ ദൈവമൊക്കെ വചനം നല്ലതായിട്ട് അറിയാം. ഞാൻ ഇച്ചിരൂടെ ഗഹനമായിട്ട് ഈ ദൂതൊന്ന് പറയട്ടെ നിങ്ങളോട്. നിങ്ങൾ ശ്രദ്ധിക്കുക. അപ്പൊ ഈ പുള്ളിക്കാരൻ്റെ അടുക്കൽ നിങ്ങൾക്കറിയാം, ആരും കാണാതെ എന്തെങ്കിലും കാര്യം ചെയ്ത ഒരു അനക്കം കേട്ടാൽ ഞെട്ടും നമ്മൾ, ഇല്ലയോ ഇല്ലയോ? രാത്രിയിൽ അങ്ങനെ ആരും കാണാതെ വീട്ടിലെല്ലാവരും ഉറങ്ങുമ്പോൾ കിച്ചണിൽ പോയി ചോറുണ്ണുവാണേ, ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് ചൂടാക്കി ഒരു പാത്രം താഴെ വീണാൽ അത് ഞാൻ മാത്രമേ അങ്ങനെയുള്ളൂ? നിങ്ങളെല്ലാം അങ്ങനല്ലേ? രാവിലെ ഒരു പാത്രം വീണാൽ നമ്മൾ ഒന്നി പൂച്ച പൂച്ച എന്ന് പറഞ്ഞെങ്കിൽ രക്ഷപ്പെടും അല്ലേ? പക്ഷെ അർദ്ധരാത്രി 2 മണിക്കാണല്ലോ. അന്നേരം പാത്രമൊക്കെ എടുത്തും കിടുങ്ങാതെ നമ്മളെ എന്ത് ആരും ചെയ്തിട്ടില്ലാത്ത പോലെ. ഇന്നലെയും ചെയ്തത് കേട്ടോ. അപ്പൊ നിങ്ങൾ ശ്രദ്ധിയേ, ഈ രാത്രി ആരും കാണാതെ മെതിക്കുമ്പോൾ പറയുന്നുള്ളൂ, അല്ലയോ. കാര്യം ഇവന് മെതിക്കുന്നതെല്ലാം കരിവേലത്തിൽ ചോട്ടി ഇരുന്നോട് ദൈവം കണ്ടോണ്ടിരിക്കുക. ദൈവത്തിനറിയാം ഈ ബന്ധനത്തിൽ കിടക്കുന്നവനെ വിടുവിക്കാൻ ഒരാളെ വേണം. ഇസ്രായേലിനെ വിടുവിക്കാൻ ഒരു മോശ വേണം. സാരാപത്തിലെ വിധവയുടെ വീട്ടിലെ ബന്ധനം പൊട്ടിക്കാൻ ഒരു ഏലിയാവ് വേണം. ഓ, യേശുവിന്റെ നാമത്തില് തിരിച്ചറിവുള്ളവർക്കായി സ്തോത്രം ചെയ്യ്. നിന്നെ വിടുവിക്കാൻ ദൈവത്തിന് പ്ലാൻ ഉണ്ടെന്നേ. നിങ്ങൾക്ക് മനസ്സിലായി വരുന്നുണ്ടോ വചനം? നിങ്ങൾ ശ്രദ്ധിച്ചു കേട്ടെ അല്ലേ? അപ്പം അവനോട് കരിവേലത്തിൽ ചോട്ടിയിരുന്ന ദൈവം ചോദിക്കുക, അല്ലയോ പരാക്രമശാലിയെ, യഹോവ നിന്റെ കൂടെയുണ്ട്. ഉടനെ അവൻ ചോദിക്കുക, യഹോവ ഞങ്ങളുടെ കൂടെ ഉണ്ടെങ്കിൽ ഈ നടക്കുന്നത് എന്തുവാ? അടുത്ത ചോദ്യം കേട്ടോ. ഞങ്ങളുടെ പിതാക്കന്മാർ ഞങ്ങളെ പറഞ്ഞു പഠിപ്പിച്ച അത്ഭുതം എവിടാ കേട്ടോ? അപ്പോഴും ഈ ഗോതമ്പ് മെതിക്കുമ്പോൾ ഇവന്റെ മനസ്സിലൊരു കാര്യം കിടക്കുക, പിതാക്കന്മാർ പറഞ്ഞു പഠിപ്പിച്ച അത്ഭുതം. ആ വാക്യം ഒരിക്കൽ കൂടെ ഒന്ന് വായിക്കണം. യഹോവ നമ്മോടുകൂടി ഉണ്ടെങ്കിൽ നമുക്ക് ഇതൊക്കെ ഭവിക്കുന്നത് എന്ത്? അടുത്ത ഭാഗം വായിക്കും. യഹോവ നമ്മെ മിസ്രൈമിൽ നിന്ന് കൊണ്ടുവന്നു. ഇനി അവിടെ തൊട്ടേ വായിക്കാവൂ. യഹോവ നമ്മെ മിസ്രൈമിൽ നിന്ന് കൊണ്ടുവന്നു എന്ന് നമ്മുടെ പിതാക്കന്മാർ നമ്മോട് അറിയിച്ചിട്ടുള്ള അവന്റെ അത്ഭുതങ്ങളൊക്കെ ഇവൻ കേട്ടിട്ടുള്ള എന്തുവാ? മിസ്രൈമിൽ നിന്ന് അപ്പന്മാരെ കൊണ്ടുവന്ന സാക്ഷ്യം ആര് കേട്ടിട്ടുണ്ട്? ഗിദെയോൻ കേട്ടിട്ടുണ്ട്. അവൻ ചോദിക്കാൻ, ഞങ്ങളുടെ അപ്പന്മാര് ഞങ്ങളെ പഠിപ്പിച്ച ആ അത്ഭുതം എവിടെ? ഒരാമയും വരുന്നില്ല. ഞാൻ ഇവിടെ ഇരിക്കുന്ന ചിലരോട് പറയാം, നിന്റെ ലൈഫിൽ സംഭവിച്ച വലിയ ട്രാജഡിക്കകത്തും നീ ചോദിക്കേണ്ട ചോദ്യം, ഞങ്ങളുടെ അപ്പന്മാരെ നടത്തിയ, എന്റെ പൂർവകാലത്ത് നടത്തിയ ആ അത്ഭുതങ്ങൾ എവിടെ? ധൈര്യമുണ്ടോ ചോദിക്കാൻ? ഇന്ന് പകൽ ആരാധിക്കുന്ന ചിലരോട് പറയാം, നിന്റെ കണ്ണ് ഈ ദിവസങ്ങളിൽ ദൈവത്തിന്റെ അത്ഭുതം കാണും. അപ്പൊ നമുക്ക് ഇച്ചിരൂടെ മനസ്സിലാകുന്ന ഭാഷയിലോട്ട് പോകാം. ഈ ദൈവം നമ്മളെ നടത്തി ഒരു 10 അത്ഭുതം ചിന്തിച്ചാൽ തന്നെ നമ്മുടെ ആ മുഖഭാവം തന്നെ മാറും. ഓ, നിങ്ങളുടെ ഇങ്ങോട്ട് വന്നപ്പോൾ ആ വാടിയ മുഖമൊക്കെ കണ്ടില്ലേ? ഇപ്പം നല്ല സ്മാർട്ടായിട്ടിരിക്കുക എന്ന് പറഞ്ഞാൽ എന്തോ ഇപ്പം നടക്കുമെന്ന് മനസ്സിലായി കേട്ടോ. ആർക്കുമില്ലാത്ത അനുഭവം നിനക്ക് തന്നെ എന്തിനാണെന്നറിയാമോ? നിനക്കറിയാമോ, ഈ പൗലോസിന്റെ ഇതര ലേഖനം ബൈബിളിലുണ്ട്. എവിടെയെങ്കിലും ഒരിടത്ത് പൗലോസ് ഒരു പരാതി രേഖപ്പെടുത്തിയായിട്ടുണ്ടോ? പൗലോസ് കടലിലെ ആപത്ത്, കരയിലെ ആപത്ത്, കള്ള സഹോദരന്മാരുടെ ആപത്ത്, ഇങ്ങനെ പറഞ്ഞിട്ടല്ലാതെ അയ്യോ ഞാൻ അവിടെ സുവിശേഷത്തിന് പോയപ്പോൾ അവരെന്നോട് പോരാടി, ഞാനങ്ങ് വിഷമിച്ച് തളർന്ന് താഴെ വീണു, എന്നെ ആരെങ്കിലും സഹായിക്കണുണ്ടോ? ജയിലിൽ ആരെങ്കിലും വന്ന് കണ്ടോ?
വാട്സാപ്പിൽ ഒരു മെസ്സേജ് അയച്ചോ, എനിക്കൊരു പപ്സ് സ്തോത്രം സൊമാറ്റോ വഴി അയച്ചു തന്നോ. അതാരും മിണ്ടുന്നില്ല. ഒരു പരാതി ആ മനുഷ്യനില്ല. 3-4 കപ്പലിന്റെ ഉടമയാണേ. പുള്ളി പറയാ എൻ്റെ ആ പഴയ പുതപ്പിക്ക് കൊണ്ടുവരണമെന്ന്. നിങ്ങൾ എന്നെ ഒന്ന് ശ്രദ്ധിച്ചു കേട്ടെ, എന്നാ കാര്യം? ഒരു പരാതി. നമുക്കൊക്കെയാണെ പരാതിയുടെ ഭയങ്കര അന്യഭാഷയുമാണ്, അന്യായ പരാതി. നെല്ലിക്കാച്ച കഴിച്ച പോലെ പരാതി. അതുപോലെ ഫോൺ എടുത്തോ, ഞങ്ങളെ പരിപാലിച്ചോ, സൂക്ഷിച്ചോ. എടാ, ആർക്കാരെ പരിപാലിക്കാൻ പറ്റും? എടാ, ഇത് ദൈവത്തിന്റെ പരിപാലനം അനുഭവിക്കേ. എവിടാ പ്രശ്നം? നീ ആ അത്ഭുതത്തിലേക്ക് നിന്റെ ജീവിതം കൊണ്ടുവരുന്നില്ല. എന്റെ ദൈവത്തിന് പല പേരിൽ ഒരു പേര് കേൾക്കണോ? അവൻ അത്ഭുത മന്ത്രിയാ, വീരനാം ദൈവം, നിത്യ പിതാവ്, ബാക്കി പറ, സമാധാനത്തിന്റെ പ്രഭു. ഓ ഹല്ലേലൂയ. അപ്പൊ ഞാൻ വീണ്ടും പറയുക, വേറെ നാട്ടുകാരുടെ സാക്ഷിയൊക്കെ അവിടെ നിൽക്കട്ടെ. നിന്റെ ജീവിതത്തിൽ നടന്ന ഒരു 10 അത്ഭുതം നിന്റെ മനോമുഖരത്ത് ഇങ്ങനെ കത്തി ജ്വലിച്ച് നിന്നാൽ നിന്നെ തോപ്പിക്കാൻ ഒരു ശക്തിക്കും പറ്റത്തില്ലെന്ന്. ഇനി പഴയ നിയമം എല്ലാം വിട്, പുതിയ നിയമത്തിൽ നിങ്ങൾ ശ്രദ്ധിച്ചേ. സ്തോത്രം. ഒരു സന്ദേശം ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ട് ആ ഭാഗം വിടാം. ഇനി അടുത്ത ഭാഗത്തോട്ടാണ് വരാൻ പോകുന്നത്. കർത്താവിന്റെ സ്തോത്രം. ഈ യേശു ഒരിക്കല് 6000 ദുർഭൂതങ്ങളാൽ ഭരിക്കപ്പെട്ട ഒരു മനുഷ്യനെ വിടുവിച്ചു. വിടുവിച്ച ചേച്ചി പോകാൻ നേരത്ത്, വള്ളത്തെ കയറാൻ നേരത്ത് ഇവനും ചെന്നു, ഞാനും വരുവാന്ന് പറഞ്ഞു. നമ്മളാന്നേ തിരുവല്ലായിലും കോട്ടയത്തും എൻ്റെ കാര്യമാണ് പറയുന്നത്, കൊണ്ടുപോയി ഓരോ സാക്ഷി പറയും. അത് തെറ്റൊന്നുമല്ല, സാക്ഷി ഉള്ളതില്ലയോ, അത് പറയിക്കല്ലോ. എവിടെ പറഞ്ഞു എന്താ കുഴപ്പം? സാക്ഷി ഉള്ളവര് പറയട്ടെ. ഇവിടെ മിണ്ടുന്നില്ലല്ലോ. പിന്നെ ഞാനൊരു കാര്യം പറയാം, സാക്ഷ്യം പറയുമ്പോഴും കൂട്ടിയൊന്നും പറയല്ലേ, ഉള്ളത് പറഞ്ഞാൽ മതി. ഇപ്പൊ കൂട്ടി പറഞ്ഞിട്ട് ആരും രക്ഷിക്കപ്പെടുകയല്ല, ഉള്ളത് പറഞ്ഞാൽ രക്ഷിക്കപ്പെടും. സ്തോത്രം. അപ്പം നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം. വള്ളത്തെ കയറപ്പോൾ യേശു പറഞ്ഞു, വരണ്ട, നീ പോയി മർക്കോസിന്റെ സുവിശേഷം നടത്തേ. സ്തോത്രം. 5-ാമത്തെ യേശു അവനെ അനുവദിക്കാതെ 5:19 നിന്റെ വീട്ടിൽ നിനക്കുള്ളവരുടെ അടുക്കൽ ചെന്ന് കർത്താവ് നിനക്ക് ചെയ്തതൊക്കെയും യേശു പറയാ. അപ്പം നിങ്ങൾ ദൈവം ചെയ്തത് മറ്റുള്ളവരോട് പറയണമെന്ന് ആർക്ക് നിർബന്ധമുണ്ട്? ദൈവത്തിന് നിർബന്ധമുണ്ട്. ചില സാഹചര്യത്തിൽ മിണ്ടരുതെന്ന് പറഞ്ഞതിന് അർത്ഥം വേറെയാ. യേശു പറഞ്ഞിട്ടുണ്ട് സൗഖ്യമായ ആരോടും പറയില്ലെന്ന്, അത് വേറെ അർത്ഥം. പൗലോസ് പറഞ്ഞ ചെറിയവരോടും വലിയവരോടും ഞാൻ സാക്ഷി പറഞ്ഞെന്നാ. ഒരാമയും വരുന്നില്ല. അവിടെ എഴുതിക്കാം, ദൈവത്തിന് സ്വന്തം. നിന്റെ വീട്ടിൽ നിനക്കുള്ളവരുടെ അടുക്കൽ ചെന്ന് കർത്താവ് നിനക്ക് ചെയ്തതൊക്കെയും നിന്നോട് കരുണ കാണിച്ചതും പ്രസ്താവിക്ക എന്ന് അവനോട് പറഞ്ഞു. നിന്നോട് കരുണ കാണിച്ചതും നിനക്കുള്ളവരുടെ നാട്ടുകാരുടെ വീട്ടുകാരുടെ മുമ്പിൽ ചെന്ന് പറയാൻ പറഞ്ഞു. അവൻ പോയി യേശു തനിക്ക് ചെയ്തതൊക്കെയും ദെക്കപ്പൊലി നാട്ടിൽ ഘോഷിച്ചു തുടങ്ങി. അവൻ ആ ദെക്കപ്പൊലിയിൽ ഒരു ക്രൂസൈഡ് ഒക്കെ നടത്തി. നാട്ടുകാരെയും വീട്ടുകാരെയും എന്തുവാ കാര്യം? അവര് ദൈവത്തിന് സ്വന്തം ഞെട്ടുക. കാരണം ഇന്നലെ വരെ ഒരു നാടിന് തലവേദനയായി. ഞാൻ ഇവിടെ ഒരു ദൂത് പറയാം, നിങ്ങൾ ശ്രദ്ധിക്കണം. ഈ 6000 ദുർഭൂതനെ ബന്ധിച്ച് ഒരു കല്ലറയുടെ സർക്കിളിനകത്ത് ബന്ധിച്ചിട്ടിരിക്കുക. നിങ്ങൾ ശ്രദ്ധിച്ചേക്കണം, ഒരു സ്ഥലത്ത് തന്നെ. ആ നാടിനവൻ ഭീഷണിയാ. പക്ഷേ യേശു ഇവിടുന്ന് വള്ളത്തെ കയറിയപ്പോൾ അവന് കല്ലറ ഇളക്കാൻ തുടങ്ങി. ഒരാമയും വരുന്നില്ല. ചിലതിനെ വിടുവിക്കാൻ തമ്പുരാൻ സ്റ്റെപ്പ് എടുക്കുമ്പോൾ തന്നെ അത് കുടിയിരിക്കുന്ന സ്ഥലത്തുനിന്ന് ഇളകും. പൗലോസ് മെലുത്തെ കാല് കുത്തിയപ്പോൾ വിറക് വരയ്ക്കകത്തുനിന്ന് സർപ്പം തലപൊക്കാൻ തുടങ്ങി. യേശുവിന്റെ നാമത്തില് പെട്ടകം നാഗോന്റെ കെട്ടിടത്തിൽ ചെന്നപ്പോഴേ നാഗോൻ മറിയാൻ തുടങ്ങി. യേശുവിന്റെ നാമത്തില് അല്പനിമിഷം ദൈവത്തെ സ്തുതിക്കാമെങ്കിൽ സ്തുതിക്ക്. യേശുവിന്റെ നാമത്തിൽ അപ്പോസ്തലന്മാർ ശുശ്രൂഷിക്കാൻ തുടങ്ങിയപ്പോൾ മന്ത്രപുസ്തകത്തിന്റെ എഫക്റ്റ് പോയി. കൃപ. എനിക്ക് പിന്നെയും ദൂത് വരുന്നു, വിടുവിക്കുന്നവന്റെ കരം സിയോനിൽ നിന്ന് വെളിപ്പെടാൻ പോവാ. യേശുവിന്റെ നാമത്തിൽ ഇപ്പോൾ നീ അകപ്പെട്ട് കിടക്കുന്ന പ്രോബ്ലത്തിൽ നിന്ന് യേശുവിന്റെ നാമത്തില് യേശു നിന്നെ വിടുവിക്കാൻ പോവാ. യേശുവിന്റെ നാമത്തില് ദൈവപ്രവൃത്തി നടക്കട്ടെ. ചിലയിടത്തൊക്കെ യേശുവിന്റെ കണ്ടോ, ചിലരെയൊക്കെ ദൈവം സ്പർശിക്കുക. പരിശുദ്ധാത്മാവ് എന്നോട് പറയുക, യേശുവിന്റെ നാമത്തിൽ നിന്റെ കണ്ണൊരു അത്ഭുതം കാണാൻ പോവുക. നിനക്ക് മാത്രം ചെയ്യാൻ പോവുക, ഒരു വ്യക്തിയുടെ ആവശ്യമില്ല. യേശുവിന്റെ നാമത്തില് മന്ന പൊഴിക്കാൻ മനുഷ്യന്റെ സഹായം വേണ്ട. എന്നാൽ സാരഭാത്തിലെ വിധവയുടെ വീട്ടിലെ കലത്തിൽ മാവ് പൊന്തിച്ചു വരാൻ ഒരു പ്രവാചകന്റെ സാന്നിധ്യം വേണം. യേശുവിന്റെ നാമത്തില് അവൻ ഒരാവണക്കിനെ സൃഷ്ടിക്കാൻ ദൈവത്തിന്റെ വാക്ക് മതി. പക്ഷെ ഊരിയ കോടാലി തിരിച്ചു പിടിക്കാൻ ഒരു ഏലിശായ വേണം.
യേശുവിന്റെ നാമത്തില്, യേശുവിന്റെ നാമത്തില്. യേശു ദൂതനെ ഇറക്കി അപ്പം തരാൻ ദൈവം തീരുമാനിച്ചെങ്കിൽ ഏലിയാവിനെ പോറ്റാൻ അപ്പം കൊടുക്കാൻ ഒരു കാക്ക ദൈവത്തിന് വേണം. ആരാധിക്കുന്ന ചിലരോട് ദൂത് വരാൻ ഡയറക്റ്റും തരും. എവിടൊക്കെയോ വലിയ ദൈവപ്രവൃത്തി നടക്കുക. നിന്റെ വീടിനെ നോക്കി ഇന്ന് നീ പ്രവചിക്കണം, ഒരു അത്ഭുതം നടക്കാൻ പോവുക. അത്ഭുതം ചെയ്യുന്നവന്റെ പേര് ക്രിസ്തു എന്നാ. അത്ഭുതം ചെയ്യുന്നവന്റെ പേര് യേശു ക്രിസ്തു എന്നാ. നിന്റെ നാട് കാണുക, നീ സാക്ഷി പറയണം, യേശു ഒരു അത്ഭുതം ചെയ്യാൻ പോവുക. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തില് ഞാൻ ആരോടൊക്കെ പ്രവചിച്ചു പറയുക. ഇതുവരെ പ്രാർത്ഥിച്ചിട്ട് നടക്കാത്ത കാര്യങ്ങൾ ദൈവം ഒരു അത്ഭുതത്തിന് മാറ്റിവെച്ചിരിക്കുക. ഇന്നിവിടെ സ്തോത്രം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ കഴിഞ്ഞ 10 മാസം നടത്തിയ വഴി, 1 വർഷം നടത്തിയ വഴി, നിന്നിച്ചവന്റെ മുമ്പിൽ നടത്തിയ വഴി തകർക്കുമെന്ന് പറഞ്ഞവൻ എവിടോ ദൈവ സാന്നിധ്യം വ്യാപരിക്കുക. യെസ്. അപ്പം നമ്മൾ വാക്യത്തിലോട്ട് വരാം. സ്തോത്രം. അപ്പം നിങ്ങൾ ശ്രദ്ധിച്ചു കേൾക്കണം. പഴയ നിയമത്തിൽ കർത്താവ് പറഞ്ഞു, നിങ്ങളെ മിസ്രയീമിൽ നിന്ന് വിടുവിച്ചത് ഞാനാന്ന് നിങ്ങൾ ഓർക്കണം. 40 വർഷം നിങ്ങളെ നടത്തിയ വഴി ഓർക്കണം. നിങ്ങളുടെ ലൈഫിൽ നടന്ന അത്ഭുതം പിള്ളേരോട് പറഞ്ഞു കൊടുക്കണം. പിള്ളേരുടെ മനസ്സിൽ പ്രശ്നം വരുമ്പം, നാളെ നീ പൈസ ഉണ്ടായതുകൊണ്ട് കച്ചിനെ അമേരിക്കയിലോ ലണ്ടനിലോ ദൈവത്തിന് സ്തോത്രം ജർമ്മനിലോ ഒക്കെ പഠിക്കാൻ വിടും. അന്നേരം അവിടെ ചെന്ന് കൊച്ചിനൊരു പ്രശ്നം വരുമ്പം, മമ്മി തീരാൻ പോവാന്ന് പറഞ്ഞ് കൊച്ചു വിളിക്കാതിരിക്കണമെങ്കിൽ നീ പറഞ്ഞ അത്ഭുതം കൊച്ചിന്റെ മനോമുകുരത്ത് കിടക്കണം. ഒരാമയും വരുന്നില്ല. ആ അത്ഭുതം നിന്റെ മനോമുകുരത്ത് കടന്നാൽ നിന്റെ കൊച്ചന്നേരം നിന്നെ വിളിച്ചിട്ട് പറയും, ഫീസ് അടയ്ക്കാൻ വഴിയില്ല, മമ്മി പേടിക്കണ്ട, പ്രാർത്ഥിക്കുമ്പോൾ അത്ഭുതം നടക്കും. യേശുവിന്റെ നാമത്തില് ദൈവസഭ അത്ഭുതങ്ങൾ കൊണ്ട് ദൈവമക്കളുടെ ഉള്ളു നിറയണം. എന്നിട്ട് പറയണം, ഒരിക്കലും ദൈവത്തെ ത്യജിച്ചു പറയരുത്. അവിശ്വാസമുള്ള ദുഷ്ടഹൃദയം നിങ്ങളിൽ ആർക്കും ഉണ്ടാകാതിരിക്കട്ടെ. വിശ്വാസത്തിന്റെ നിറവുള്ള ഒരു ഹൃദയം നിങ്ങൾക്കുണ്ടാകട്ടെ. നമുക്ക് വചനത്തിലോട്ട് തിരിച്ചു വരാം. അപ്പം മനസ്സിലാക്കണം, ദൈവത്തിന് സ്തോത്രം. യെശയ്യാ 46:9 പണ്ടുള്ള പൂർവ്വകാര്യങ്ങളെ ഓർത്തുകൊള്ളുവീൻ. പണ്ടുള്ള പൂർവ്വകാര്യങ്ങളെ ഓർത്തുകൊള്ളുവീൻ. നീ എന്താ ഇത് പറയാൻ പോകുന്നത് കേട്ടോണം. ഞാനല്ലാതെ വേറൊരു ദൈവമില്ല. ദൈവം പറയാം, ഞാനല്ലാതെ വേറൊരു ദൈവമില്ല. വേറൊരു എന്ന് പറഞ്ഞാൽ ഇവരോട് പറയാ, ഇവര് കർത്താവിന്റെ സ്തോത്രം ഒരു അല്പസമയത്ത് മറ്റേ 2 പിള്ളേരുടെ കൂടെ പോയി. ആരൊക്കെയാ? ഒന്നി വായിച്ചില്ലേ നമ്മള്? ബേലിന്റെ നെബോയുടെയും പുറകെ പോയപ്പോ പറയാ, അവരെ കൊണ്ടുപോകാൻ വേണ്ടി വേണം. പക്ഷേ നിന്റെ ദൈവം ഉദരം തൊട്ട് നിന്നെ വഹിക്കുന്നവനാ. എന്നിട്ട് പറയാ, ഞാനല്ലാതെ വേറൊരു ദൈവമില്ല. ഞാൻ തന്നെ ദൈവം, ഞാൻ തന്നെ ദൈവം, എന്നെ പോലെ ഒരുത്തനുമില്ല. ഇത് ഓരോ ദൈവമക്കളുടെ ഉള്ളിൽ കത്തണം. ഒരാമയും വരുന്നില്ല. നിന്റെ ജീവിതത്തിൽ എന്തു നടന്നാലും ദൈവമക്കൾ പറയുന്ന ഒരു ഭാഗമുണ്ട്, ദൈവം ചെയ്തു. എന്തുവാ? ഒരാൾ സൗഖ്യമായ പറയും, യേശു എന്നെ സൗഖ്യമാക്കി. അവിടെ പ്രാർത്ഥിച്ച പാസ്റ്ററുടെ പേരില്ല, പ്രാർത്ഥിച്ച അച്ഛന്റെ പേരില്ല, പ്രാർത്ഥിച്ച ദൈവദാസന്റെ പേരില്ല, പ്രാർത്ഥിച്ച വിശ്വാസ ദൈവം ചെയ്തു. ഒരാമയും പറയണം. ഹിസ്കിയാവേ, നിന്റെ കാലിലെ മുറിവിൻ അത്തിപ്പഴക്കട്ട ഇടാൻ ഒരു പ്രവാചകനെ വേണം. പക്ഷെ പ്രവാചകൻ അല്ല വിടുവിച്ചത്, ദൈവമാണ് വിടുവിച്ചത്. ഒരാമയും പറഞ്ഞു തുടങ്ങണം. എനിക്കെന്തോ ഒരു വലിയ ദൈവപ്രവൃത്തി ഇതിനകത്ത് ഫീൽ ചെയ്യുക. നിങ്ങൾ ശ്രദ്ധിക്കുക, ഞാനല്ലാതെ വേറെ ഒരു ദൈവമില്ല. ഞാൻ തന്നെ ദൈവം, എന്നെ പോലെ ഒരുത്തനുമില്ല. എന്നെ പോലെ. ഇനി ആ ദൈവം ആരാന്ന് പറയൂ. ആരംഭത്തിങ്കൽ തന്നെ അവസാനവും. ആ ദൈവം ആരാന്നറിയാമോ? ആരംഭത്തിങ്കൽ തന്നെ അവൻ അവസാനം അറിയാം. ഒരാമയും പറയണം. എന്തുവാ? ആരംഭത്തിങ്കൽ തന്നെ അവസാനം അറിയാം. നിന്റെ ദൈവം ആരാന്നറിയാമോ? ആരംഭത്തിങ്കൽ തന്നെ എന്തോ അറിയാം. ഒരാമയും പറഞ്ഞു തുടങ്ങണം. അടുത്തോട്ട് വായിച്ചിട്ട് ഞാൻ ദൂതിലോട്ട് വരാം. പൂർവ്വകാലത്ത് തന്നെ മേലാൽ സംഭവിക്കാനുള്ളതും, പൂർവ്വകാലത്തു തന്നെ മേലാൽ സംഭവിക്കാനുള്ളത് ഞാൻ പ്രസ്താവിക്കുന്നു. നല്ലൊരു ഹല്ലേലൂയ പറഞ്ഞാട്ട്. എന്റെ ദൈവം ആരാന്നറിയാമോ? ആരംഭത്തിൽ തന്നെ അവസാനം അറിയാം. എന്ന് പറഞ്ഞാൽ നീ ജനിക്കുമ്പോ അന്ന് തന്നെ നിന്റെ മരണ ദിവസം അറിയാം. നീ ജനിക്കുമ്പോൾ തന്നെ നീ ഏതെല്ലാം സാഹചര്യങ്ങളിലൂടെ പോകുമെന്ന് ദൈവത്തിന് അറിയാം. നീ ആരാകുമെന്ന് ദൈവത്തിന്. എന്നോട് ദൈവാത്മാ പറയും, ചിലരുടെ സാഹചര്യം മാറാൻ പോവാ. നീ ആരാന്ന് ദൈവത്തിന് അറിയാം. നിന്റെ ഭാവി ദൈവത്തിന് അറിയാം. യെസ്. യേശുവിന്റെ നാമത്തില് നമ്മൾ കണ്ടിട്ടില്ലേ, ചില
ഈ ദൈവത്തിന്റെ പദ്ധതിക്കകത്തുള്ളതാണ് പ്രവചന ശുശ്രൂഷ. പ്രവചനം എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ? കർത്താവിന് സ്തോത്രം. നീ ആരാകുമെന്നുള്ള ദൈവത്തിൽ നിന്നുള്ള അറിയിപ്പ് ദൈവജനത്തിന് കൈമാറുക. ഒരാമയും പറയണം. നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് കേൾക്കണം. പ്രവാചകന്മാരെ ഏറ്റവും കൂടുതൽ പുച്ഛിക്കുന്ന ഒരു കാലഘട്ടമായത്. പക്ഷെ ഞാനൊരു ബൈബിള് നിങ്ങൾ പഠിച്ചാൽ ഓരോ ദൈവമക്കളുടെ അകത്ത് ഈ പ്രവചനത്തിന്റെ ദൂതുകൾ ദൈവം തരും. ഞാൻ ബൈബിളിൽ നിന്ന് 1-2 വാക്യങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിലോട്ട് കൊണ്ടുവരാം. കർത്താവിന്റെ സ്തോത്രം. അത് എത്ര നേരം കൊണ്ട് പറഞ്ഞു തീരുമെന്നൊന്നും എനിക്കറിയത്തില്ല. സ്തോത്രം. എബ്രായർക്ക് എഴുതിയ ലേഖനം 11-ാം അധ്യായത്തിന്റെ 18-ാമത്തെ വാക്യത്തില് ഇസഹാക്കിൽ നിന്ന് ജനിക്കുന്നവർ നിന്റെ സന്തതി എന്ന് വിളിക്കപ്പെടുമെന്ന് തൊട്ടുമേളത്തെ വാക്യം കൂടെ ചേർത്ത് വായിക്കാം. വിശ്വാസത്താൽ അബ്രഹാം താൻ പരീക്ഷിക്കപ്പെട്ടപ്പോൾ ഇസഹാക്കിനെ യാഗം അർപ്പിച്ചു. ഇസഹാക്കിൽ നിന്ന് ജനിക്കുന്നവർ നിന്റെ സന്തതി എന്ന് വിളിക്കപ്പെടുമെന്ന് അരുളപ്പാട് ലഭിച്ച് വാഗ്ദത്തങ്ങളെ കൈക്കൊണ്ടവൻ തന്റെ ഏകജാതനെ അർപ്പിച്ചു. അപ്പൊ അബ്രഹാമിനോട് ദൈവം പറയുകയാണ്, പിള്ളാരില്ലാതിരിക്കുന്ന കാലത്ത് അബ്രഹാമിനോട് ദൈവം പറഞ്ഞു, പിള്ളാതിരിക്കുമ്പോ ആകാശത്തിലെ നക്ഷത്രത്തെ നോക്ക്, ഇതുപോലെ നിനക്ക് പിള്ളാരുണ്ടാവും. രാമ്യം വരുന്നില്ല. നമ്മളൊരു വീട് വെക്കുന്നതിന് മുമ്പേ ആ വീടിനൊരു പ്ലാൻ വരയ്ക്കുമോ? അപ്പൊ നമ്മൾ പറയും, കയറി വരുന്നപ്പോ ഹോളിന്റെ റൈറ്റ് സൈഡ് ആയിരിക്കണം ഡൈനിങ് ടേബിൾ ഇടുന്നത്. എങ്ങാണ്ട് പോയി കണ്ടതാ. ലെഫ്റ്റ് സൈഡിലായിരിക്കണം സിറ്റിങ്ങിന്റെ നടുക്കൂടെ അങ്ങോട്ട് കയറുന്നത് റൈറ്റ് സൈഡ് മാസ്റ്റർ ബെഡ്റൂമിലോട്ട് കയറണം. ലെഫ്റ്റ് സൈഡ് മോന് റോക്കിന് മുറിയ. പിന്നെ സ്റ്റെയർകേസ് മേളിലോട്ട് പോയാൽ അപ്പുറത്തെ റൂം റോമിക്കും ഇപ്പുറത്തെ റൂം ഫേബയ്ക്കും. ഞാനങ്ങ് പറഞ്ഞതില്ല, ശ്രദ്ധിക്കണം. എന്നിട്ട് ഡ്രസ്സിംഗ് റൂം വേണം, എല്ലാത്തിനും അറ്റാച്ച്ഡ് ബാത്റൂം വേണം, പിന്നെ ഫ്രിഡ്ജ് വെക്കാനുള്ള സ്ഥലം എല്ലാം വരയ്ക്കും. പക്ഷെ ബൈബിൾ വെക്കാനുള്ള സ്ഥലം മാത്രം ഇന്ന് വരെ ആരും വരച്ചിട്ടില്ല. അതാ കബോർഡിന്റെ കീഴിലോട്ട് വേണം കരുത്. കയറി വരുമ്പോഴേ ഞങ്ങളുടെ ആ ഏറ്റവും വലിയ ടി വി എത്ര ഇഞ്ചാ? 80. ഏറ്റവും വലിയ ടി വി എത്ര ഇഞ്ചാ? 100 ഇഞ്ചിന്റെ ടി വി കയറി വരുമ്പോഴേ കാണണം. ബൈബിളോ അതൊക്കെ വേണം. അപ്പം ഇതെല്ലാം അങ്ങോട്ട് വരച്ചതിന്റെ ഫ്രണ്ട് എലിവേഷൻ ഒക്കെ ചെയ്തിട്ട് അതിന്റെ ഒരു ബ്ലൂ പ്രിന്റ് അവർ ഇങ്ങോട്ട് തരും. അതുകൊണ്ട് നമ്മുടെ വീടിനകത്തോട്ട് വെച്ചിട്ട്, ഞാൻ പണിയുന്ന വീടാ, ഇത് മനസ്സിൽ കണ്ടോണ്ടാണ് പിറ്റേ ദിവസം രാവിലെ സ്റ്റേറ്റ് ബാങ്ക് ലോണിന് പോവാ. മാനേജർ പറഞ്ഞ് തടസ്സമുണ്ട്, പറ്റത്തില്ലേ, ഞാൻ പടം വരച്ചു വെച്ചിരിക്കുക, എനിക്ക് വേണം. വൈകുന്നേരം പറഞ്ഞു, അപ്പുറത്തെ പുള്ളിയെ കൂടെ ജാമ്യം നിർത്താൻ തരാം, അപ്പുറത്തോ ഇപ്പുറത്തോ കൂടെ ജാമ്യം തരാം, എനിക്ക് പണിയണം. ഇത് തന്നെ അവിടെ സംഭവിച്ചേ. അബ്രഹാമിന് കാണിച്ചു കൊടുത്തു, നിനക്ക് ആകാശത്തിലെ നിന്റെ പിള്ളേർ ഇതുപോലാവും. ഒരാമ്യം വരുന്നില്ല. സാഹചര്യമല്ല നോക്കേണ്ടത്, നീ പ്രാപിച്ച കാഴ്ചപ്പാടാ നോക്കട്ടെ. ദൈവം അവനോട് പറഞ്ഞു, ഇസഹാക്കിൽ നിന്ന് ജനിക്കുന്നവൻ നിന്റെ സന്തതിയാവും. ഈ ദൂതുള്ളോണ്ട് ആ വാഗ്ദത്തം മുറുകെ പിടിച്ചവൻ പൗലോസ് പറയുകയാണ്, ഇസഹാക്കിനെ കൊണ്ട് മോറിയാമല കയറിയ. അതുകൊണ്ടാവും പറഞ്ഞ് ഈ കാഴ്ചപ്പാട് അകത്ത് കയറിയവൻ പറയുകയാണ്, അമ്മി ഹോമയാഗത്തിലുള്ള ആടിനെ ദൈവം നോക്കിക്കോളുമെന്ന്. ഇവിടെ കിട്ടിയോ? ആര് നോക്കിക്കോളും? നാട് കാങ്ക പറയണ, എന്റെ കാര്യം ദൈവം നോക്കിക്കോളും. ധൈര്യം കൊണ്ട് കൈയുയർത്തി പറ, എന്റെ കാര്യം. രണ്ട് കൈയോ ഒന്ന് പൊക്കുന്നേ. എന്റെ കാര്യം ദൈവം. ഞാനൊരു പ്രവചനം പറയാം, ഈ ദിവസങ്ങളിൽ നിന്റെ കാര്യം നോക്കാൻ ദൈവം ഇറങ്ങും നിന്റെ വിഷയത്തിൽ. ഇതൊരു പ്രവചന ശബ്ദമാ. നിന്റെ സന്തതിയുടെ കാര്യം നോക്കാൻ, നിന്റെ കാര്യം
ആ കൈ അടിച്ച ദൂതിനെ സ്വീകരിച്ചേ. കൃപ 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 കൃപ. ഓ നന്ദി കർത്താവേ. ഈ ആകാശത്ത് നക്ഷത്രങ്ങളെ പോലെ നിന്റെ സന്തതിയാവും. അതുകൊണ്ട് അബ്രഹാം പ്രതീക്ഷിച്ചിരുന്നപ്പോൾ അപരിചിതരായ 3 പേര് വന്നപ്പോ അവരെയും കൊണ്ട് വീട്ടിൽ ഫുഡ് കഴിക്കാൻ പോകാൻ കാരണം എന്നാ? അബ്രഹാം പ്രതീക്ഷിച്ചിരിക്കുക. അല്ല പഞ്ചായത്തിൽ കണ്ട എല്ലാരെയും വിളിച്ച് കൊണ്ടുവന്ന് ഫുഡ് കൊടുത്തെന്നല്ല. സാധാരണമല്ലാത്തത് എന്തോ നടക്കുമെന്ന് ആ മനുഷ്യൻ പ്രതീക്ഷിച്ചു. നിന്റെ മനസ്സിൽ പരിശുദ്ധാത്മാവ് വരച്ച ചിത്രം ഈ ദിവസങ്ങളിൽ ഫുൾഫില്ല് ചെയ്യാൻ സാധാരണമല്ലാത്തത് എന്തോ നിന്റെ വീട് തേടി വരുന്നു. നിന്റെ കുടുംബം, നിന്റെ വീട്ടുപേര് തപ്പി വരിക. യേശുവിന്റെ നാമത്തില് ഒരു അത്ഭുതം ഇത് നടക്കട്ടെ. ആരാധിക്കുന്ന ചിലരോട് ഞാൻ വെളിപ്പാട് പറയുക. ഈ ദിവസങ്ങൾ എഴുതിയിട്ടു. നീ വർഷങ്ങളായി കാത്തിരുന്ന വിഷയം നിന്റെ വീട് തപ്പിപ്പിടിച്ച് ഒരു വീട്ടിൽ നടക്കാത്ത ചില ദൈവപ്രവൃത്തി നിന്റെ വീട്ടിൽ നടക്കും. കണ്ടോ, ചിലരെ ദൈവം തൊടുക. ഹോളി സ്പിരിറ്റ്. നാട്ടുകാർ പുച്ഛിച്ച നിന്റെ വീട്, നാട്ടുകാർ തള്ളിക്കളഞ്ഞ നിന്റെ വീട് നടക്കത്തില്ലെന്ന് പറഞ്ഞ ആ വീട്ടിൽ ഒരു അത്ഭുതം നടക്കാനായി. എന്റെ മുമ്പിൽ ചില വീട്ടുപേരൊക്കെ പരിശുദ്ധാത്മാവ് കാണിക്കുക. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ നിന്റെ വീട്ടിൽ വാഗ്ദത്തം പിറക്കാൻ പോവുക. വിശ്വാസമുണ്ടോ? നീ കണ്ട സ്വപ്നം, നീ കണ്ടതിന്റെ ബ്ലൂ പ്രിന്റ്, നിന്റെ അകത്ത് കിടക്കുന്ന ആ ബ്ലൂ പ്രിന്റ് ഈ ദിവസങ്ങളിൽ പ്രതീക്ഷിച്ചിരിക്കുക. ഓ ലോർഡ്, ലോർഡ്, നിനക്ക് വിശ്വാസമുണ്ടോ? ചിലത് ലേറ്റ് ആയത് മറന്നതല്ല, വീട്ടിൽ വന്ന് വിടുവിക്കാനാ. നിന്റെ വീട്ടിൽ കയറി വിടുവിക്കാനാ. അങ്ങനെ പ്രസംഗിക്കാനാ എനിക്ക് നിയോഗം. നിന്റെ വീട് ദേശത്ത് സാക്ഷിയാകാൻ പോവാ. നിന്റെ കുടുംബജീവിതം, നിന്റെ സന്തതിക്ക് തലമുറയോട് ബന്ധപ്പെട്ട് ദേശത്ത് സാക്ഷിയാകാൻ പോവാ. ആരോടൊക്കെ യെസ് ഒരാമയും പറഞ്ഞോട്ടെ. എനിക്ക് ഒരു കാര്യം ഈ വാക്യത്തിൽ നിന്നെല്ലാം മനസ്സിലാണ്. എന്തോ ഒരു കാര്യം നമ്മുടെ കണ്ണിന് വിശ്വസിക്കാൻ പറ്റാത്തത് ഈ ദിവസങ്ങൾ ഈ ദൂത് കേൾക്കുന്ന ആരുടെയൊക്കെയോ ജീവിതത്തിൽ സംഭവിക്കാൻ പോവാ. ഇസഹാക്ക് അബ്രഹാമിന് വാഗ്ദത്തം കൊടുത്തതെയോ ആ വാഗ്ദത്തം പ്രതീക്ഷിച്ച് നിൽക്കുക. ഓ ഗ്ലോറി ടു ഗോഡ്. ഈ ദിവസങ്ങളിൽ നിങ്ങളോട് കർത്താവിന്റെ ആത്മാവ് സംസാരിക്കുക. ലോർഡ്, നിന്റെ വീട്ടിൽ എന്തോ ഒരു ദൈവപ്രവൃത്തി, നിന്റെ വീടുമായി ബന്ധപ്പെട്ട്, നിന്റെ വീട്ടുകാരുമായി ബന്ധപ്പെട്ട്, നിന്റെ വീട്ടുപേരുമായി ബന്ധപ്പെട്ട് എന്തോ ഒരു ഭയങ്കര ഡെലിവറൻസ് നിനക്ക് ലോകം മൊത്തം നടന്ന് സാക്ഷി പറയത്തക്ക അങ്ങനെ പ്രവചിക്കാം. യെസ്, കണ്ടോ ചിലരുടെ ഉള്ളിൽ ഞാനിപ്പോ പറഞ്ഞ ദൂത് പ്രകാശിക്കാൻ തുടങ്ങി. ചിലരുടെ ഉള്ളിൽ അത് ആത്മീയമായി വെളിപ്പെടാൻ തുടങ്ങി. ചിലരുടെ ഉള്ളിൽ അത് കർത്താവേ അത് എൻ്റെ വീടാകട്ടെ, കർത്താവേ അത് എൻ്റെ വീടാകട്ടെ, കർത്താവേ അത് എൻ്റെ കുടുംബമാകട്ടെ. പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നാൽ ഇതുവരെ നടക്കാത്ത കാര്യങ്ങൾ നടക്കും, നടക്കാത്ത കാര്യങ്ങൾ നടക്കും. മോളെ ഒന്ന് കൈ ഉയർത്തിക്കേ. അമ്മേ, നിന്റെ അടുക്കൽ ദൈവം വന്ന് നിൽക്കുക. എന്നിട്ട് നിന്നോട് പ്രവചിക്കാൻ കർത്താവ് പറയും. ജീസസ് അടഞ്ഞതിനേക്കാൾ വലിയ വഴികൾ നിന്റെ മുമ്പിൽ തുറക്കാൻ പോവാ. ഒരു വഴി അടഞ്ഞത് നിമിത്തം നീ അതിഭയങ്കര ഭാരത്തിലാണ്. ലോർഡ്, നിനക്ക് മുമ്പിൽ വ്യത്യസ്തമായ ഒരു വഴി കർത്താവ് തുറന്നിടാൻ പോവാ. ലോർഡ്, നീ ഇവിടെ എഴുന്നേറ്റ് പ്രാർത്ഥിക്കുമ്പോൾ ആ വഴി തുറക്കാൻ സമയമായി എന്ന് ആത്മാവ് എനിക്ക് കാണിച്ചു തരിക. അപ്പൊ യേശുവിന്റെ നാമത്തിൽ ഒരു വഴി തുറക്കുന്ന വിഷയമല്ലേ നീ പ്രാർത്ഥിക്കുന്നേ? അതെ അല്ലേ? ആ വഴി ജീസസ് ലോർഡ്, ആ വഴി ഉടനെ തുറക്കും. ലോർഡ്, യേശുവിന്റെ നാമത്തിൽ നിന്റെ ചില പേപ്പറുകളുടെ മേൽ ഗവൺമെന്റിന്റെ ഒരു സീല് പതിഞ്ഞൊരു സീല്, യേശുവിന്റെ നാമത്തില് ഒരു ദൈവദാസൻ അവിടേക്ക് പോകാട്ടെ. ഹല്ലേലൂയ.
റഥസി, എന്തോ ഒരു വലിയ ദൈവപ്രവൃത്തി ഇതിനകത്ത് നടക്കുക. യേശുവിന്റെ നാമത്തിൽ ഞാനിപ്പോ ഇവിടുന്ന് ഇറങ്ങാതെ നിൽക്കുന്ന ഒരു ദൈവപ്രവൃത്തി നടക്കാൻ പോവുക. യേശുവിന് ചിലരുടെ അടഞ്ഞു പോയ ചിലരെ ഹോളി സ്പിരിറ്റ് തൊടുക. ആ ദൈവപ്രവൃത്തി നിന്റെ വീടിനോട് ബന്ധപ്പെട്ട, നിന്റെ തലമുറയോട് ബന്ധപ്പെട്ട, നിന്റെ കുടുംബത്തോട് ബന്ധപ്പെട്ട ആ ദൈവപ്രവൃത്തി. നന്ദി കർത്താവേ, നന്ദി കർത്താവേ. പരിശുദ്ധാത്മാവ് തൊടുന്നു. റഥ സധന ലൈവിലൂടെ കാണുന്നവരോട് ദൈവം സംസാരിക്കുക. നിന്റെ വീട് സംബന്ധിച്ച്, നിന്റെ തലമുറ സംബന്ധിച്ച്, യേശുവിന്റെ നാമത്തിൽ നിന്റെ ജർമ്മനിലിരിക്കുന്ന കുഞ്ഞ് സംബന്ധിച്ച്, യേശുവിന്റെ നാമത്തിൽ UK ഇരിക്കുന്ന തലമുറ സംബന്ധിച്ച് ഒരു വഴി. നന്ദി കർത്താവേ. എവിടോ വലിയ ദൈവപ്രവർത്തിയുടെ ഉറവ പരിശുദ്ധാത്മാവ്. ശരീരത്തു നിന്ന് ചിലരുടെ സ്കിൻ അലർജി ഇപ്പൊ ഹീലാകുക. അലർജി വന്നിട്ട് ശരീരം മുഴുവൻ ചൊറിയുന്നവർ ഇതിനകത്തോട്ട് ഇപ്പോൾ നിന്റെ സ്കിന്ന് ഹീലാവുക. നിന്നെ അലട്ടുന്ന ചില മാരക രോഗങ്ങൾ ഇന്നത്തെ പ്രാർത്ഥനയിൽ ഹീലിംഗ് പവർ ഇതിനകത്ത് ദൈവശക്തി വ്യാപരിക്കട്ടെ. എവിടൊക്കെയോ യേശുവിന്റെ നാമത്തിൽ എവിടൊക്കെയോ ദൈവപ്രവൃത്തി നടക്കുക. ചിലരുടെ ഹാർട്ടിന്റെ ബ്ലോക്ക് യേശുവിന്റെ നാമത്തിൽ, ചിലരെ ചില പാരമ്പര്യം കയറി ചുറ്റി. ഇവിടെ ഒരാളുടെ തൊണ്ടയുമായി ബന്ധപ്പെട്ട ഒരു മുഴ സൗഖ്യമാവുക യേശുവിന്റെ നാമത്തില്. പരിശുദ്ധാത്മാവ് ഇതിനകത്തൂടെ ഒരു പ്രവൃത്തി അയക്കാൻ പോകും. ദൈവം ഇതിനകത്തൂടെ ഇറങ്ങി നടക്കുക എന്ന് പറഞ്ഞാൽ ചിലരെ ഇന്ന് കർത്താവ് തൊടും. എണ്ണപ്പെട്ട ദിവസങ്ങൾക്കകം പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തൽ വളരെ ശരിയായിരുന്നു. സിസ്റ്റർ കല്യാൺ ഭാഗത്തു നിന്നാണ് വരുന്നത്. വീട്ടിൽ വളരെ പ്രതികൂലത്തിൽ ഭാരപ്പെടുകയാണ്. ദേശത്തിൽ കൊറ്റപ്പെട്ട് വളരെ ഭാരത്തിൽ പ്രാർത്ഥനയാവുകളിലും ഇവരെ കേട്ടത്തില്ല. അങ്ങനെയാണ് നമ്മുടെ ചർച്ചിൽ വന്നത്. താൻ കഴിഞ്ഞ നാളുകളിൽ ഗവൺമെൻറ് PSC എക്സാം എഴുതി താൻ ജോലിക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. ഒരു 3 മാസം മുന്നേ താൻ ഇവിടെ ഈ ഇതേ മീറ്റിങ്ങിന് വന്നിട്ടുണ്ടായിരുന്നു. അപ്പം വളരെ നാളുകളോട് എൻ്റെ ഇടത്തെ ചെവിക്ക് ഒരു കേൾവി കുറവുണ്ടായിരുന്നു. അന്നത്തെ മീറ്റിങ്ങിന് ദൈവം പൂർണ്ണമായ ഒരു സൗഖ്യം കൊടുത്തു. ഹല്ലേലൂയ. എത്ര നാളായി ചെവി കേൾവി കുറവായിരുന്നു? വർഷങ്ങളായി ആ ചെവിയുടെ കേൾവി പോയായിരുന്നു. എനിക്ക് കേൾക്കാൻ ഭയങ്കര പിന്നെയും ബുദ്ധിമുട്ട് നേരിട്ടുകൊണ്ടിരിക്കുവായിരുന്നു. അപ്പോഴത്തേക്ക് എൻ്റെ അടുത്ത് എല്ലാവരും പറഞ്ഞു ഹോസ്പിറ്റലിൽ കൊണ്ട് കാണിക്കണം. ഞാൻ പറഞ്ഞു ഇല്ല, എൻ്റെ ദൈവം എനിക്ക് പൂർണ്ണ സൗഖ്യം തരും. ഞാൻ ഒരു മരുന്നും കഴിക്കില്ല. ഇതിനു വേണ്ടി ഞാൻ ഒരു ഡോക്ടറെയും കാണില്ല. ഞാൻ യേശുവിന്റെ സന്നിധിയിൽ വന്ന് ഇവിടെ ആരാധനയായിട്ടിരുന്നു. ഞാൻ 2 ദിവസം കഴിഞ്ഞിട്ട് ഞാൻ ചോദിക്കും, ദൈവം എനിക്ക് ഒരു കുഴപ്പവുമില്ല, നന്നായിട്ട് എനിക്ക് ചെവി. 3 മാസം മുമ്പ് ചെവി കർത്താവ് തുറന്നു. ഞാൻ നിങ്ങളോട് പറയാം, വർണ്ണിക്കാൻ കഴിയാത്ത അത്ഭുതങ്ങളാണ് ഓരോ യോഗത്തിലും നടക്കുന്നത്. ഞാൻ കണ്ടു, ഗവൺമെന്റിന്റെ സീല് പതിഞ്ഞൊരു പേപ്പർ നിന്റെ പേര് വരാൻ പോവാ എന്ന് പറഞ്ഞാൽ നിനക്ക് ഗവൺമെന്റുമായി ബന്ധപ്പെട്ട് അങ്ങനെ ഒരു ജോലിക്കല്ലേ കാത്തിരിക്കുന്നേ? അങ്ങനെ ഒരു ജോലി തന്നെ നിനക്ക് ഓപ്പൺ ആവുക. നിന്റെ തലയ്ക്ക് മുകളിൽ അങ്ങനെ ഒരു പേപ്പർ ഞാൻ കണ്ടോണ്ടാ എഴുന്നേപ്പിച്ചേ. യേശുവിന്റെ നാമത്തിൽ ഞാൻ നിങ്ങളോട് പറയാം, നിങ്ങൾ ഈ മീറ്റിങ്ങിന്റെ ഏതു സ്ഥലത്ത് വന്നിരുന്നാലും ദൈവത്തിന്റെ കണ്ണ് നിങ്ങളെ കാണുന്നുണ്ട്. ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളെ കാണുന്നുണ്ട്. യേശുവിന്റെ നാമത്തിൽ കണ്ടോ, നമ്മൾ പോലും അറിഞ്ഞില്ല 3 മാസം മുമ്പ് ഈ മീറ്റിങ്ങിൽ വെച്ച ആ നഷ്ടപ്പെട്ടു പോയ കേൾവി തിരിച്ചു വന്നു. കണ്ടോ, അവക്ക് പൂർണ്ണമായിട്ട് ഇപ്പൊ നല്ലതായിട്ട് കേൾക്കുന്നില്ല ചെവി കൊണ്ട്. അന്ന് തൊട്ട് ഇന്ന് വരെ ഒരു കുഴപ്പവും. കണ്ടോ, എത്ര വർഷങ്ങൾ ഓരോ ആവശ്യങ്ങളെ മധ്യേ ദൈവമാണ് എന്നെ നടത്തുന്നത്. ഞാൻ പോലും വിചാരിക്കൂല. ഓരോ പൈസയുടെ അത്യാവശ്യമൊക്കെ വരുമ്പോഴത്തേക്കും ഏതെങ്കിലും വഴി കൂടെ എന്റെ പൊന്ന് ദൈവം എനിക്ക് കണ്ടോ. കഴിഞ്ഞ 3 മാസമായിട്ട് ദൈവം അവരെ ഇങ്ങനെ ഓരോ അത്ഭുതങ്ങളിലൂടെ നടത്തുക. ഒറ്റ മീറ്റിംഗ് അറ്റൻഡ് ചെയ്തേ ഉള്ളൂ. അതിന്റെ കാരണം എന്താ? മീറ്റിങ്ങിനകത്ത് ദൈവം ഉണ്ട്. അതുകൊണ്ടാണ്. നിങ്ങൾ എത്ര പേർ വിശ്വസിക്കുന്നുണ്ട് ദൈവം നിനക്ക് വേണ്ടി അത്ഭുതം ചെയ്യുമെന്ന്? ജീവിക്കുന്ന സാക്ഷ്യം ഇവിടെ കേട്ടു. യേശുവിന്റെ നാമത്തില് പരിശുദ്ധാത്മാവ് ഇതിനകത്ത് ചലിച്ചുകൊണ്ടിരിക്കുകയാ. 1-2 മിനിറ്റുകൾ കൂടെ നമ്മളൊന്ന് 1-2-3 മിനിറ്റിലൂടെ കഴിഞ്ഞ് നമ്മളൊന്ന് എഴുന്നേക്കാൻ പോവുക. കർത്താവിന് സ്തോത്രം. അപ്പം ഞാൻ ഇന്ന് ആ ഭാഗം പറഞ്ഞ് അവസാനിപ്പിക്കാം. ഇന്ന് ചിലരെ കർത്താവ് തൊടാൻ പോവാ. വീണ്ടും ഞാൻ പറയുക, നിന്റെ വീട്ടുപേര് തപ്പി ദൈവം വരും. നിന്റെ വീട് തേടി വരും. ചില അത്ഭുതത്തിന് ദൈവത്തിന്റെ അടുക്കലോട്ട് വരണം. പക്ഷെ ചില അത്ഭുതം നിന്റെ വീട് തേടി വരും. അങ്ങനെ പ്രവചിക്കാൻ അതൂത്
യേശു എത്ര പേർ വിശ്വസിക്കുന്നുണ്ട്? മമ്രയുടെ തോപ്പിൽ അബ്രഹാമിന്റെ വീട്ടിൽ വന്ന ദൈവദൂതന്മാർ ഇന്ന് ഈ ആരാധന നടക്കുമ്പോൾ, ഈ ട്യൂസ്ഡേ മീറ്റിംഗ് ശബന ഹതിരി ബികുടമന രബന വൗഡമന. ഇനി അബ്രഹാമിനോടുള്ള ഈ ബൈബിൾ മുഴുവൻ പഠിച്ച ഈ അവർക്ക് പോകേണ്ട വഴി, അവരെന്തോ ചെയ്യണം, ഇതെല്ലാം പ്രവചനം. ഇനി അടുത്ത ദൂത് കേട്ടോ നിങ്ങൾ. ഉൽപ്പത്തി പുസ്തകം 17-ാം അധ്യായം എടുത്തേ, പെട്ടെന്ന് വാക്യത്തിന്റെ പൂർത്തീകരണത്തിലേക്ക്. 17-ാം അധ്യായം 15-ാമത്തെ വാക്യം. ഹല്ലേലൂയ. ദൈവം പിന്നെ അബ്രാമിനോട് നിന്റെ ഭാര്യയായ സാറായിയെ സാറായി എന്നല്ല വിളിക്കേണ്ടത്, അവളുടെ പേർ സാറ എന്നിരിക്കും. അവളുടെ പേർ ഇനി സാറായി എന്നല്ല, സാറ എന്ന് വിളിക്കും. ഞാൻ അവളെ അനുഗ്രഹിച്ച് അവളിൽ നിന്ന് നിനക്കൊരു മകനെ തരും. അവളിൽ നിന്ന് നിനക്കൊരു മകനെ തരും. ഞാൻ അവളെ അനുഗ്രഹിക്കുകയും അവൾ ജാതികൾക്ക് മാതാവായി തീരുകയും ജാതികളുടെ രാജാക്കന്മാർ അവളിൽ നിന്ന് ഉത്ഭവിക്കുകയും ചെയ്യുമെന്ന് ചെയ്തു. നിന്റെ ഭാര്യ സാറയിൽ നിന്ന് രാജാക്കന്മാർ ഉത്ഭവിക്കും. പ്രവചന. ഞാനൊരു ദൂത് നിന്നോട് പറയാം, ബൈബിള് മുഴുവൻ പ്രവചനമാ. ഒരാമയും പറഞ്ഞു തുടങ്ങണം. ഇന്ന് പകൽ നിന്റെ ഭാവി, അബ്രഹാമേ, പിള്ളേരില്ലാത്തവരായി നീ അവസാനിക്കാൻ പോവല്ല. നിന്റെ ഭാര്യ സാറായിയുടെ പേര് മാറ്റി സാറ എന്നിടാൻ പോവാ. അവൾക്കൊരു മകനെ കൊടുക്കും. ദൈവത്തിന് സ്തോത്രം. അവിടെ താഴോട്ട് വായിക്കുകയാ. താഴോട്ട് വായിക്കാൻ സമയം എടുക്കുന്നില്ല, അവിടെ എഴുതിയിരിക്കുക. രാജാക്കന്മാർ ഉത്ഭവിക്കുമെന്ന്. ഇത് കേട്ട ആരാ സ്തോത്രം പറയാതെ? കേട്ടോ, ആരംഭത്തിൽ തന്നെ എന്തോ അറിയും, അവസാനം അറിയാം. ആരംഭത്തിങ്കൽ തന്നെ. അതുകൊണ്ട് ഈ പത്രോസിന്റെ ലേഖനത്തിൽ വായിക്കുന്ന പ്രവാചക വാക്യങ്ങൾ അധികം സ്ഥിരമായി. പത്രോസിന്റെ 2-ാം ലേഖനം ഒന്ന് എടുത്തേ. വചനത്തെ കുറിച്ചാണ് പറയുന്നതെങ്കിലും നമുക്ക് ആ ആശയം കൂടെ ഒന്ന് ചിന്തിക്കാം. 2 പത്രോസിന്റെ ലേഖനം 1-ാം അധ്യായം 19-ാമത്തെ വാക്യം. പ്രവാചക വാക്യം അധികം സ്ഥിരമായിട്ട് നമുക്കുണ്ട്. നേരം വെളുക്കുകയും നിങ്ങളുടെ ഹൃദയത്തിൽ ഉദയനക്ഷത്രം ഉദിക്കുകയും ചെയ്യുവോളം. പ്രവാചകവാക്യവും അധികം സ്ഥിരമായിട്ട് നമുക്കുണ്ട്. നേരം വെളുക്കുകയും നിങ്ങളുടെ ഹൃദയങ്ങളിൽ ഉദയനക്ഷത്രം ഉദിക്കുകയും ചെയ്യുവോളം ഇരുണ്ട സ്ഥലത്ത് പ്രകാശിക്കുന്ന വിളക്ക് പോലെ അതിനെ കരുതിക്കൊണ്ടാൽ നന്ന്. കണ്ടോ, നീ എപ്പോഴും ഇങ്ങനെ ഡാർക്കിൽ കൂടെ നടക്കുവല്ല ചെയ്യേണ്ടത്. പ്രവാചക വാക്യം ഇരുട്ടിൽ പ്രകാശിക്കുന്ന വിളക്ക് പോലെ നിന്റെ അകത്ത് വേണം. വചനം പ്രവചനമാ. ഒരാമീ പറയണം. ഞാനിന്ന് ഇവിടെ ഇരിക്കുന്ന ചിലരോട് പറയാം, 100 നെഗറ്റീവ് എനർജി നിന്നെ പിടിക്കാൻ വന്നാലും അണയാത്ത ഉദയസൂര്യൻ ഉദിക്കുന്നത് പോലെ നിന്റെ അകത്ത് ദൈവവചനം ഉദിച്ചു നിൽക്കണം. നിന്റെ ശരീരത്തിൽ കയറിയ രോഗത്തിന്റെ വൈറസ് കേറിയ പോലെ ഇറങ്ങിപ്പോകണം. നിന്റെ അകത്ത് പ്രവാചക വാക്യം അധികം സ്ഥിരത. സ്തോത്രം പറയാൻ പറ്റുമോ നിങ്ങൾക്ക്? ഹല്ലേലൂയ. എവിടത്തെയോ വലിയൊരു ദൈവപ്രവൃത്തി നടക്കുക. എന്നിട്ട് പറഞ്ഞു നിർത്തിയതാണ് ഇന്നത്തെ പ്രസംഗം. അപ്പൊ ഇനി പ്രസംഗം വേറൊരു ദിവസം പ്രസംഗിക്കും. എന്താണെന്നറിയാമോ? ഇത്രയും പറഞ്ഞു വെച്ച് പറയുക. നമ്മൾ ഇനി വായിച്ച വാക്യത്തിലേക്ക് തിരിച്ചു വരാം. പണ്ടുള്ള പൂർവ്വ കാര്യങ്ങളെ ഓർത്തുകൊള്ളി. ഞാനല്ലാതെ വേറൊരു ദൈവമില്ല, ഞാൻ തന്നെ ദൈവം, എന്നെ പോലെ ഒരുത്തനുമില്ല. ആരംഭത്തിങ്കൽ തന്നെ അവസാനവും. എനിക്ക് ആരംഭം തുടങ്ങുമ്പോഴേ എന്തോ അറിയാം എന്ന് പറഞ്ഞാൽ, യോസഫ് ഉറങ്ങാൻ കിടന്നപ്പോ കാണിച്ചു, നിന്റെ കറ്റ എഴുന്നേറ്റ് നിൽക്കുവടാ. ഇടയ്ക്കുള്ള കാര്യം അങ്ങ് വിട്ടേക്കണം. ഇടയ്ക്ക് കുഴി വെട്ടുന്നവന്മാര് കാണും, കുഴിയിൽ താക്കുന്നവന്മാര് കാണും, കയറിട്ട് വലിച്ചു കയറ്റുന്നവര് കാണും. സ്തോത്രം. ഇടയ്ക്ക് നിന്നെ കാശിന് വിറ്റന്നിരിക്കാം. ഇതൊന്നും ചിന്തിക്കരുത്. പക്ഷെ നിന്റെ കറ്റ എഴുന്നേറ്റിരിക്കും. സൂര്യനും ചന്ദ്രനും വരെ നിന്റെ മുമ്പിൽ വണങ്ങും. ദൈവം കൊടുക്കാം. നിന്റെ ഭാവി നീ ആരംഭത്തിൽ തന്നെ അവസാനം അറിയാം. ഒരാമീൻ പറയണം. ഏലിയാവെ, നിന്നെ കൊല്ലാൻ ഇസ്രായേൽ തീരുമാനിച്ചിട്ടുണ്ട്. പക്ഷെ ദൈവത്തിന്റെ തീരുമാനം പറയാം. ഏലിയാവ് മരിക്കാതെ ദൈവം എടുത്തോണ്ട് പോകും. ഇന്ന് പകൽ ആരംഭത്തിൽ അവസാനം അറിയാം. ഇന്ന് പകൽ നിന്റെ യേശുവിന്റെ നാമത്തില്, യേശുവിന്റെ എത്ര പേർക്ക് അതിന് ആമീൻ പറയാൻ പറ്റൂ? എന്നിട്ട് അവിടെ വായിക്കുകയാണ്, ആരംഭത്തിൽ തന്നെ അവസാനവും പൂർവ്വകാലത്ത് തന്നെ മേലാൽ സംഭവിക്കാനുള്ളതും ഞാൻ പ്രസ്താവിക്കുന്നു. അടുത്ത കേട്ടെ. എന്റെ ആലോചന നിവൃത്തിയാകും. എന്റെ ആലോചന നിവൃത്തിയാകും. ഒരു ആമീൻ പറ. അടുത്തിരിക്കുന്ന ആളെ തൊട്ടച്ചോറ, ദൈവത്തിന്റെ ആലോചന നിവൃത്തിയാവും എന്ന് പറ. ഞാനൊന്ന് പ്രവചിച്ച ഈ പ്രാർത്ഥന നിർത്താൻ പോവുക. ഈ ദിവസങ്ങളിൽ ദൈവത്തിന്റെ ആലോചന നിന്റെ വീട്ടിൽ നിവൃത്തിയാവും. ദൈവത്തിന്റെ യേശുവിന്റെ നാമത്തില് ചില ദുരാലോചനകൾ ഇന്ന് പൊട്ടിയേ പറ്റൂ. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ
സ്തോത്രം. എത്ര പേർക്ക് ഉറപ്പുണ്ട് ദൈവത്തിന്റെ ആലോചന നിവർത്തിയാവും? നിവർത്തിയാവുന്നതിന് മുമ്പ് 2 വിടുതൽ ഇവിടെ നടക്കാനുണ്ട്. അതുകൂടെ പ്രസംഗിച്ച് ഞാൻ വാക്കുകളെ ചുരുക്കും. അമ്മി അടുത്തിരിക്കുന്ന ആളെ ഒന്ന് തൊട്ടേച്ച് പറ, ദൈവത്തിന്റെ ആലോചന തന്നെ നിറവേറുമെന്ന് പറ. നിങ്ങൾക്കറിയോ, ദൈവത്തിന്റെ ആലോചന നിവർത്തിക്കാൻ നമ്മളെക്കാട്ടി ദൈവത്തിന് ധൃതിയാ. സക്കറിയാവിന്റെ അടുക്ക ചെന്നിച്ച് ദൈവം പറഞ്ഞു കേട്ടോ, തക്ക സമയത്ത് നിവർത്തിയാകാനുള്ള ആലോചന നീ വിശ്വസിക്കായികയാൽ ജീസസ് ഇത് നിവർത്തിക്കുന്നത് വരെ നീ മിണ്ടാതിരുന്നു എന്ന് പറഞ്ഞ ചിലതിന്റെ വാ അടപ്പിച്ചിട്ടായാലും ദൈവത്തിന്റെ ആലോചന നിറവേറും. ഓ, എനിക്കൊരു ശബ്ദം കേൾക്കാം, എന്റെ ആലോചന ഈ ദിവസങ്ങളിൽ നിന്റെ മേൽ നിറവേറും. എന്റെ ആലോചന നിന്റെ കുടുംബത്തിന്റെ മേൽ. കേട്ടോ, എവിടൊക്കെയോ ദൈവശക്തി വ്യാപരിക്കുക. ഓ, യേശുവിന്റെ നാമത്തിൽ ദൈവത്തിന്റെ ആലോചന നിറവേറട്ടെ. നിങ്ങൾക്കതൊന്ന് മനസ്സിലാകണമെങ്കിൽ ഒരു വാക്യം നിങ്ങൾ വായിക്കണം. ആ വാക്യം അണ്ടർലൈൻഡ് വാക്യ, അത്ര സുന്ദര വാക്യ. ഓ ജീസസ്, ബൈബിളിലൊക്കെ ഇത്ര നല്ല വാക്യമുണ്ടോ? 33-ാം സങ്കീർത്തനം, ഗ്ലോറി, 10-11 വാക്യങ്ങൾ. ദൂതിലോട്ട് വന്നേ. ഇന്ന് പരിശുദ്ധാത്മാവ് ചിലരെ തൊടാൻ പോവാ. യഹോവ ജാതികളുടെ ആലോചനയെ വ്യർത്ഥമാക്കും. ഇന്ന് പകൽ ചില ദുരാലോചനകൾ വ്യർത്ഥമാകാൻ പോവാ. വംശങ്ങളുടെ യഹോവ ജാതികളുടെ ആലോചനയെ വ്യർത്ഥമാക്കുന്നു. ആമീൻ പറഞ്ഞു തുടങ്ങണം. അടുത്തിരിക്കുന്ന ആളെ തൊട്ട ചൂട, നിനക്ക് വിരോധമായ എല്ലാ ജാതീയ ആലോചനയും പൊളിയാൻ പോവാന്ന് പറ. ഓ, യേശുവിന്റെ നാമത്തില് ഞാനിവിടെ ഒരു വിടുതൽ വ്യാപരിക്കുന്ന കണ്ടോണ്ടിരിക്കുക. യഹോവ ജാതികളുടെ ആലോചനയെ വ്യർത്ഥമാക്കുന്നു. 33-ാം സങ്കീർത്തനത്തിന്റെ 10-ാമത്തെ വാക്യം ഇങ്ങനെ സംസാരിക്കുക. യഹോവ ജാതികളുടെ ആലോചനയെ വ്യർത്ഥമാക്കുന്നു. നിങ്ങൾക്ക് ആ ഭാഗം അവിടെ നിൽക്കട്ടെ ഒരു മിനിറ്റ്. 2-ാം സങ്കീർത്തനം നിങ്ങൾ കാണാതറിയാതെ, യഹോവയെ ജാതികൾ കലഹിക്കുന്നു, വംശങ്ങൾ വ്യർത്ഥമായി ഇത് നിരൂപിക്കുന്നു. യഹോവയ്ക്കും അവന്റെ അഭിഷക്തന്മാർക്കും വിരോധമായി ഭൂമിയിലെ രാജാക്കന്മാർ എഴുന്നേക്കുന്നു, അധിപതികൾ തമ്മിൽ ആലോചന കഴിക്കുന്നു. അടുത്ത കേട്ടോ, നാം എഴുന്നേറ്റ് അവരുടെ കെട്ടുകളെ പൊട്ടിച്ച് അവരുടെ കയറുകളെ എറിഞ്ഞുകളാ. ഇന്ന് പകൽ ആരാധിക്കുന്ന ചിലരോട് പറയാം, നിനക്ക് വിരോധമായി ചിലര് കഴിക്കുന്ന ആലോചനയുടെ കെട്ടുകളെ ഇന്ന് പകൽ നീ പൊട്ടിക്കണം. കേട്ടോ, ഇവിടെ ഒരു അഭിഷേകം വ്യാപരിക്കുക, ഒരഭിഷേകം വ്യാപരിക്കുക. ഇതിനകത്ത് വർണ്ണിക്കാൻ കഴിയാത്ത പോലൊരു ദൈവശക്തി. കൃപ കൃപ. ഞാൻ വീണ്ടും പറഞ്ഞു, വീടുകൾക്കകത്ത് ഇരിക്കുന്നവർക്ക് വരെ ഇന്ന് വിടുതല. ഓ, യഹോവ ജാതികളുടെ ആലോചനയെ വ്യർത്ഥമാക്കുന്നു. വംശങ്ങളുടെ നിരൂപണങ്ങളെ നിഷ്ഫലമാക്കുന്നു. യഹോവ ജാതികളുടെ ആലോചനയെ വ്യർത്ഥമാക്കുന്നു. പ്രാർത്ഥിക്കുന്ന ചിലരോടാ ദൂത്. ഞാനൊരു ശബ്ദം കേൾക്കുന്നു, ചില ദുരാലോചനകൾ നിന്റെ കുടുംബത്തെ കഴിഞ്ഞ ദീർഘനാളുകളിൽ വട്ടം കറക്കിയ, ഒരേ സ്ഥലത്ത് ദണ്ണിപ്പിച്ച് ബന്ധിച്ച ചില ദുരാലോചനകളുടെ കയറുകൾ ഇന്ന് അഴിയണം. നിനക്ക് സഭയ്ക്ക് അധികാരം തന്നേക്കാം. യഹോവയെ ജാതികൾ കലഹിക്കുന്നു, വംശങ്ങൾ വ്യർത്ഥമായി നിരൂപിക്കുന്നു. യഹോവയ്ക്കും അവന്റെ അഭിഷക്തന്മാർക്ക് വിരോധമായി ഭൂമിയിലെ രാജാക്കന്മാർ എഴുന്നേക്കുന്നു, അധിപതികൾ തമ്മിൽ ആലോചനകൾ. നാം എഴുന്നേറ്റ് അതിന്റെ കെട്ടുകളെ പൊട്ടിച്ച്. നിങ്ങൾ എന്നെ ഒരു 5 മിനിറ്റ് ശ്രദ്ധിക്കണം. 5 മിനിറ്റ് കൊണ്ട് പ്രസംഗം നിർത്താം. പക്ഷെ എന്നോട് ഹോളി സ്പിരിറ്റ് പറയുക, ദൈവാലോചന നിവർത്തിയാകുന്നതിന് മുമ്പ് ചില ദുരാലോചന പൊളിയണം. എത്ര പേർ വിശ്വസിക്കുന്നുണ്ട്? ഓ ഹല്ലേലൂയ. ഒന്നുകൂടെ നമുക്ക് ആ 33-ാം സങ്കീർത്തനം വായിക്കാം. സ്തോത്രം. ജാതികളുടെ ആലോചനയെ വ്യർത്ഥമാക്കുന്നു, വംശങ്ങളുടെ നിരൂപണങ്ങളെ നിഷ്ഫലമാക്കുന്നു. എന്നിട്ട് അടുത്ത കേട്ടെ, യഹോവയുടെ ആലോചന ശാശ്വതമായി. യഹോവയുടെ ആലോചന ശാശ്വതമായി. അവന്റെ ഹൃദയവിചാരങ്ങൾ തലമുറ തലമുറയായി നിൽക്കുന്നു. കണ്ടോ, യഹോവയുടെ ആലോചന ഇങ്ങനെ തലമുറയായിട്ട് നിൽക്കും. ദുരാലോചന, ജാതികളുടെ ആലോചന വ്യർത്ഥമാക്കും. മറ്റൊരു വാക്യം ബൈബിൾ, യഹോവയെ അഹീത്തോഫേലിന്റെ ആലോചനയെ അബദ്ധമാക്കണമേ. പ്രാർത്ഥിക്കുന്ന നിനക്ക് വിരോധമായി ചെതിരിട്ട ഗൂഢാലോചനയുടെ ആലോചനകൾ ഇന്ന് പകലത്തെ ആരാധന അബദ്ധമാണ്. ചില ജാതീയ കുടിയിരിപ്പുകളുടെ ദുരാലോചനകൾ ഇന്നത്തെ ആരാധനയിൽ അത് അബദ്ധമാണ്. കേട്ടോ, ചിലരുടെ അകത്ത് ആത്മാവിന്റെ തീ കത്തുകയാ. നിന്നോടാ ദൈവം സംസാരിക്കുന്നേ.
ബ്രദർ നിന്നോടാ, സിസ്റ്റർ നിന്നോടാ. നിന്റെ കുടുംബത്തെ ഒരു സർക്കിളിലിട്ട് വർഷങ്ങളായി കടബാധ്യത കയറ്റി രോഗിയാക്കി നിന്നെ ദണ്ണിപ്പിച്ച് ബന്ധിച്ച ആ ദുരാത്മ തലത്തെ, ആ ജാതികളുടെ ആലോചന അബദ്ധമാകുന്നു. എന്റെ ആലോചന നിവർത്തിയാവും. ദൈവം ജനത്തോട് പറയാ, ഇവിടെ ഒന്നും നടക്കാൻ പോകുന്നില്ല. ഇവിടെ ഒന്നും, ബേലും നെബോയും ഇവിടെ ഒന്നും ചെയ്യാൻ പോകുന്നില്ല. ഇവിടെ നടക്കാൻ പോകുന്ന കാര്യം യഹോവ പറയാ, എന്റെ ആലോചന. ബേലിന്റെ നെബോയുടെ മുമ്പിൽ വെച്ച് എന്റെ ആലോചന നിറവ്. അടുത്തിരിക്കുന്ന തൊട്ട ദൈവത്തിന്റെ ആലോചന നിറവേറുമെന്ന് പറ. എണ്ണപ്പെട്ട ചില ആഴ്ചകൾക്കൊക്കെ 5 ആഴ്ച എന്നാ കർത്താവിനെ കാണിക്കുന്നത്. 5 വീക്സിനകത്ത് തലമുറയോട് ബന്ധപ്പെട്ട് വലിയ വഴികൾ തുറക്കാൻ പോവാ. യേശു, നിന്റെ സന്തതി ഇരിക്കുന്ന രാജ്യത്ത് വരെ ഈ ദൂത്. ചില രാജ്യത്ത് നമ്മളെ ശ്രദ്ധിക്കുന്നവരുണ്ട്. ഒരിക്കലും അഴിയാത്ത ചില കുരുക്ക്, ചില കേസുകൾ, കോർട്ടുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ. നിന്നെ ആ രാജ്യത്ത് കുരുക്കിയെങ്കിൽ ഇന്ന് ദൈവാത്മാവ് ആ ജാതികളുടെ ആലോചനയെ അബദ്ധമാക്കുന്നു. കൃപ വ്യാപരിച്ച് 1-2 മിനിറ്റ് ഒരു വിടുതലിലേക്ക് ഒന്ന് വന്നേ. ലാഥോറോ ഷഥാന. ചില സന്തതികളുടെ വിടുതൽ ചിലത് കാണാൻ പോവുക. നിന്റെ കാതുകളിൽ മുഴങ്ങേണ്ട ശബ്ദം, എന്റെ ആലോചന നിവർത്തിയാവും. ദൈവത്തിന്റെ ആലോചന നിവർത്തിയാവൂ. നാട്ടുകാര് പറഞ്ഞത് നിവർത്തിക്കത്തില്ല, അസൂയുള്ളവര് പറഞ്ഞത് നിവർത്തിക്കത്തില്ല. ദൈവത്തിന്റെ ആലോചന നിവർത്തിക്കും. എന്റെ വചനം നിവർത്തിക്കുന്ന കാലം വരുന്നെന്ന് ബൈബിളിലുണ്ട്. എന്റെ വചനം നിവർത്തിക്കുന്ന കാലം വരും. ഇതാ വന്നിരിക്കുന്നു. ദൈവവചനം നിവർത്തിക്കുന്ന കാലം 2026 വന്നിരിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ വചനം നിന്റെ കുടുംബത്തിൽ നിവർത്തിക്കുന്ന കാലം. കണ്ടോ, ആ അപ്പച്ചനെ ദൈവം തൊടുക. യേശുവിന്റെ ദൈവശക്തി. ചില തലമുറകളിൽ വചനം പാസ്പോർട്ടിന്റെ മേൽ വീണ കുരുക്കുകൾ അഴിയുന്നു. ചിലരുടെ പാസ്പോർട്ടിന്റെ മേൽ കുരുക്ക് വീണിരിക്കുക. ആ കുരുക്കൊക്കെ അഴിയാൻ പോവുക. ചിലരുടെ ആധാരത്തിന്മേൽ കുരുക്ക് വീണിരിക്കുന്നു. ആ കുരുക്ക് അഴിയാൻ പോവുക. ചില വീടിന്റെ മേൽ കുരുക്ക് വീണിരിക്കുന്നു. ആ കുരുക്ക് എന്റെ ആലോചന നിവർത്തിയാകും. ഞാൻ എൻ്റെ താല്പര്യമൊക്കെയും അനുഷ്ഠിക്കുമെന്ന് ഞാൻ പറയുന്നു. ഹല്ലേലൂയ. എൻ്റെ ആലോചന നിവർത്തിയാകും. നടത്തിരിക്കുന്ന ആളെ നോക്കി വെച്ചാൽ ദൈവത്തിന്റെ ആലോചന നിവർത്തിയാകുമെന്ന് പറ.